കർത്താവിൻ്റെ സ്വന്തമായിട്ട് നമ്മൾ മാറ്റപ്പെട്ടു. ഇനി കർത്താവിൻ്റേതായിട്ടുള്ളതിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ദിവസം, ധ്യാനത്തിൻ്റെ സമാപന ദിവസം. സമർപ്പിച്ചേ നിങ്ങളെ തന്നെ കണ്ണടച്ച് നിങ്ങളുടെ ആത്മശരീരങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിച്ചേ. പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ആത്മശരീരങ്ങളെ സമർപ്പിക്കട്ടെ. കൃപ നമ്മിൽ വർഷിക്കപ്പെടേണ്ടതാണ്, കൃപ ലഭിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കൃപയ്ക്ക് തടസ്സം ആയിട്ട് നമ്മിലുള്ളതിനെയെല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ വെറുതെ ഉപേക്ഷിക്കാൻ ഒരു തീരുമാനം നിങ്ങളെടുത്തേ. കൃപയിൽ ജീവിക്കാൻ, കൃപയിൽ നിലനിൽക്കാനുള്ള കൃപ യേശുവോട് ചോദിച്ചേ. ദൈവമേ, ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കുന്നതിന് ആവശ്യമായൊരു കൃപ അത് ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നതുപോലെ കൃപയ്ക്കുമേൽ കൃപ, ആ ഒരു അഭിഷേകത്തെ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങി. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിൻ്റെ വിതരണക്കാരിയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയം വഴി ചോദിക്കുന്നത് ക്രിസ്തുവിന് തരാനിരിക്കാനാവില്ല. നിങ്ങൾ ചോദിക്കുക, ഏറ്റവും അധികമായി പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. എലീഷ ചോദിച്ചതുപോലെ അഭിഷേകത്തിൻ്റെ ഇരട്ടി ചോദിച്ചേ. പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഇരട്ടി നിങ്ങൾ ചോദിച്ചേ. ഈ ഒരു പുതിയ പ്രഭാതം നൽകി നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന് നമുക്കിപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട്, പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൽ നിന്നുകൊണ്ട്, വിശുദ്ധ മിഖായേലിൻ്റെ കാവലിനാൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ട്, നമ്മുടേതായിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് ദൈവ തിരുമുൻപിലേക്ക് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എല്ലാ അസ്വസ്ഥതയുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, എല്ലാ ബന്ധനങ്ങളും ചങ്ങലകളും അഴിയപ്പെടട്ടെ, എല്ലാ ഭാരങ്ങളും നീക്കം ചെയ്യപ്പെടട്ടെ, എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഈ സമയം നിങ്ങൾ കണ്ണടച്ച് 3 കൃപ ചോദിച്ചേ. ദൈവത്തോട് 3 കൃപ ചോദിച്ചേ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം 3 നിയോഗങ്ങൾ ചോദിച്ചു. സമാപന ദിവസം 3 കൃപ ചോദിച്ചേ. ദൈവമേ, ഈ 3 കൃപ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. 3 കൃപ നിങ്ങൾ ചോദിക്കുക, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരും. ഇന്നലെ നമ്മൾ കേട്ടു, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ആ ചെറിയ അജഗണത്തിൽ പേര് ചേർക്കപ്പെടുവാൻ, കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ, സ്വർഗരാജ്യവേലയിൽ പങ്കാളികളാകുവാൻ 3 കൃപ ഈ സമയം ചോദിക്കട്ടെ. 3 കൃപ ചോദിച്ചേ. ഈശോയ്ക്ക് വാക്ക് കൊടുത്ത ഈ 3 കൃപ നീ എനിക്ക് തന്നാൽ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കാം. നിൻ്റെ ആത്മാക്കളെ നിനക്ക് നേടിത്തരുവാനായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെ ഞാൻ നിനക്ക് തരാം. പൂർണ്ണമായും കർത്താവേ, നിൻ്റേതായി തീരുവാൻ ആഗ്രഹമുണ്ട്. എന്നാൽ കൃപയ്ക്കുമേൽ കൃപ അഭിഷേകമായി സ്വീകരിക്കുന്നതുവരെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചുകൊള്ളാം എന്നൊരു ഉറപ്പ് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പരിശുദ്ധ മറിയത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാടി പ്രാർത്ഥിക്കാം. ആവേ മരിയ. കരങ്ങൾ വീശി അമ്മയെ സ്വാഗതം ചെയ്തേ. ആവേ മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ഒരിക്കൽ കൂടെ ആവേ ആവേ മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഈ സമാപന ദിവസത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ട ദിവസമാണ് സമാപന ദിവസം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ദിവസമാണ് ഈ ദിവസം. ഈശോയോട് നമ്മൾ ചോദിക്കുക, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ എൻ്റെ മേൽ അയക്കണമേ, എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ദിവസമാണ് ഇന്ന്. നമുക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് നമ്മുടെ ആത്മാവിലേക്കും ജീവനിലേക്കുമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഈ കടന്നു വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിലും ജീവനിലും അതിൻ്റെ മാക്സിമത്തിൽ അത് നിൽക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം എൻ്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ കരങ്ങളിൽ നിന്ന്, നമ്മുടെ കണ്ണുകളിൽ നിന്ന്, നമ്മുടെ അധരത്തിൽ നിന്ന്, നമ്മുടെ പ്രസൻസിൽ നിന്ന് മറ്റുള്ളവർ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ പാപത്തെ വെറുത്ത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. പാപത്തെ വെറുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം കൊണ്ട് ഞാൻ പാപത്തെ വെറുക്കുകയും എൻ്റെ മനസ്സിൽ ഞാൻ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് പാപം ഞാൻ വെറുത്തുപേക്ഷിച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ ഞാൻ എന്നെ വിശുദ്ധീകരിക്കുന്നത്. എപ്പോഴെല്ലാം പാപത്തെ പൂർണ്ണതയിൽ ഞാൻ വെറുത്തുപേക്ഷിക്കുന്നുവോ അതിൻ്റെ ആ ഒരു നിലനിൽപ്പ്, അതായത് പാപത്തെ വെറുത്തുപേക്ഷിക്കപ്പെട്ട ഞാൻ ഏതാനും കാലഘട്ടം ഈ പാപമില്ലാത്ത അവസ്ഥയിൽ ഞാൻ അതുവരെ ചെയ്തിരുന്ന പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പിന്മാറി ഞാൻ ദൈവത്തോട് ചേർന്നില്ലെങ്കിൽ പോലും പിന്നീട് ഞാൻ പാപമില്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ അതിജീവിക്കുന്നതനുസരിച്ചാണ് ദൈവം തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിയിലേക്ക് അയക്കുകയുള്ളൂ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലേക്ക് അയക്കപ്പെടണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കും, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് പറ്റാതെ വരും. പലരും ആഗ്രഹിക്കും, പറ്റാതെ വരും. കാരണം അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പാപത്തിൻ്റെ അടിമയായിരുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു സന്യസ്തയോ ഒരു പുരോഹിതനോ ക്രിസ്തുവിനെ അറിയുന്നത് പോലെയല്ല ഒരു അൽമായൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളും അൽമായരുടെ ഗണത്തിലാണ്. നമ്മളെ ദൈവം തൊടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, കഴിഞ്ഞ കാല ജീവിതത്തിൽ പറയാനായിട്ട് ഒരു മാലിന്യത്തിൻ്റെ കഥ, ഒരു സഹനത്തിൻ്റെ കഥ ദൈവം നമുക്ക് ആദ്യമേ ഒരുക്കി തരും.
ഒരു സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നു പോകാത്ത ഒരു വ്യക്തിയെയും കർത്താവായ യേശുക്രിസ്തു തൊട്ട് അൽമായനായി കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു അഭിഷേകം ചെയ്യപ്പെട്ട വ്യക്തിയായി മാറ്റുകയില്ല. കാരണം അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് സ്വർഗം തരുന്നതാണെങ്കിൽ ഈ അഭിഷേകത്തെ സ്വീകരിക്കാൻ ഒരു അൽമായന്, ഒരു സൽമായ സഹോദരന്, ഒരു സഹോദരിക്ക് ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ അഭിഷേകമാണ് സഹനത്തിൻ്റെ അഭിഷേകം. സഹനത്തിൻ്റെ അഭിഷേകം സ്വീകരിച്ച് സഹനത്തിൻ്റെ തീച്ചൂളയിൽ പിറുപിറുപ്പില്ലാതെ യേശു കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ നിലനിൽക്കുമെങ്കിൽ ഈ നിലനിൽപ്പിൻ്റെ കാലയളവ് പരിഗണിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. കർത്താവായ ദൈവം ചില പ്രത്യേക രോഗപീഠകളിൽ നിന്ന്, ചില പ്രത്യേക ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, ലോകം ഉപേക്ഷിച്ച അവസ്ഥയിൽ നിന്ന് നിന്നെ കൈപിടിച്ച് കയറ്റി തന്നോട് ചേർത്ത് ഒരത്ഭുതം നിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ക്രിസ്തുവിനുള്ളതാണ്. ഹല്ലേലൂയ. ആ വ്യക്തി പിന്നീട് ക്രിസ്തുവിനുള്ളതാണ്. കാരണം അത്രത്തോളം ഒരു സ്പാർക്ക് അവൻ്റെ ആത്മാവിലില്ലാതെ, കൊടുക്കാതെ, ആത്മാവിന് നൽകപ്പെടാതെ അവൻ്റെ ജീവിതത്തിൽ ലോകം കാണുന്ന അതിനപ്പുറത്തേക്കൊരു വിടുതൽ കൊടുക്കാൻ, നൽകാൻ ദൈവത്തിന് സാധിക്കത്തില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ലോകം നോക്കുമ്പോൾ ഞാനിപ്പോൾ മരിക്കേണ്ടതാണ്, ഞാൻ മരിച്ചുപോയി, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചത്ത് കിടക്കാം. എന്നാൽ ദൈവത്തിൻ്റെ ശക്തി എന്നിലേക്ക് വന്നപ്പോൾ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ജീവൻ പിന്നെ ക്രിസ്തുവിനുള്ളതാണ്, നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. അൽമായൻ്റെ തെരഞ്ഞെടുപ്പ്, പ്രിയമുള്ള ദൈവജനമേ, ഇത്തരത്തിലാണ്. അപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു പ്രത്യേക കൃപ നിങ്ങൾക്ക് തന്നു, ദൈവമായ കർത്താവ് ഏതെങ്കിലും ഒരു പ്രത്യേക അഭിഷേകത്താൽ നിങ്ങളെ നയിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്രത്യേക സഹനത്തിലൂടെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയി, നിങ്ങൾ ആ സഹനത്തിൽ പെറുപെറുപ്പില്ലാതെ മുന്നോട്ട് പോയി കർത്താവിൻ്റെ ശക്തിയെ സ്വീകരിക്കാൻ തക്ക വിധത്തിൽ ആ സഹനത്തിൻ്റെ തീച്ചൂളയിൽ നിങ്ങൾ ഉരുക്കി വാർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവായ ദൈവം ഉറപ്പായും അവൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചാൽ, ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക്, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്കുള്ളതല്ല, നിങ്ങൾക്കുള്ളതല്ല, മറിച്ച് ഏൽപ്പിക്കപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ എന്നെ ഭരമേൽപ്പിച്ചതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, കൃപ എന്നുള്ളത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എന്നിലുണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ല, അനേകർക്ക് കൊടുക്കാൻ ദൈവം എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. ഇതിനെ ഞാൻ സൂക്ഷിച്ച്, ഇതിൽ ഞാൻ നിന്നുകൊണ്ട്, ഇതിൽ നിന്ന് ഞാൻ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് മറ്റൊരുവനിലേക്ക് എൻ്റെ കരങ്ങളിലൂടെ, എൻ്റെ വചന പ്രഘോഷണത്തിലൂടെ, എൻ്റെ കൈവപ്പിലൂടെ, എൻ്റെ പ്രാർത്ഥനകളിലൂടെ, എൻ്റെ മാധ്യസ്ഥ വിളിയിലൂടെ, എൻ്റെ കൗൺസിലിങ്ങിലൂടെ, എൻ്റേതായിട്ടുള്ള എല്ലാ ശുശ്രൂഷ മേഖലകളിലൂടെ നമ്മൾ ഓരോരുത്തരിൽ നിന്ന് മറ്റൊരുവനിലേക്ക് നൽകപ്പെട്ട കൃപ പകർന്ന് പോയിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. ഇത്തരത്തിൽ ഈ കൃപ നമ്മിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മിൽ വീണ്ടും ഈ ആത്മാവിൻ്റെ ചൈതന്യം ഓരോ ദിവസവും പുതിയത് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും. ഇന്നലത്തെ അഭിഷേകമായിരിക്കില്ല ദൈവം ഇന്ന് ഒരു ശുശ്രൂഷയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ദൈവം ഒരുക്കുന്നത്. കാരണം ഒരു ശുശ്രൂഷകൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന മുഖങ്ങൾ പുതിയതാണ്. ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന മുഖങ്ങൾ പുതിയ മുഖങ്ങളാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഓരോ ദിവസവും ആ വ്യക്തി നേരിടുന്ന, അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന, പുറത്താക്കുന്ന സാത്താന്യ ശക്തികളും പുതിയ അരൂപികളാണ്. അപ്പോൾ ഈ പുതിയ അരൂപികളെ നേരിടാൻ പുതിയ കൃപകളാൽ ഓരോ ദിവസവും ഒരൽമായനെ കർത്താവായ യേശുക്രിസ്തു നയിക്കുമ്പോൾ, ഒരൽമായൻ്റെ ജീവിതം രണ്ട് മേഖലകളിൽ ഒരേ സമയം നമ്മൾ മികവ് പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കണക്ക്, നമ്മൾ കൊടുക്കേണ്ട കണക്ക് ദൈവത്തിന് മുമ്പിൽ വലുതാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഓർഡിനേഷൻ്റെ അന്ന്, അദ്ദേഹം തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബ വൃക്ഷത്തിൽ നിന്ന് ആ ബ്രാഞ്ച് കർത്താവ് കട്ട് ചെയ്ത് ക്രിസ്തുവാകുന്ന വിശുദ്ധ കുരിശാകുന്ന മരത്തോട് ചേർത്ത് ബഡ് ചെയ്ത് വയ്ക്കും.
അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഈ പുരോഹിതൻ ഈ ക്രിസ്തുവിൻ്റെ ബ്രാഞ്ചിലാണ്, ക്രിസ്തുവിൻ്റെ വൃക്ഷമാകുന്ന ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചായിട്ടാണ് ഈ പുരോഹിതൻ അറിയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ പുരോഹിതനെ സംബന്ധിച്ച് ഈ ഒരു ബ്രാഞ്ചിനെ മാത്രം വേരിലേക്ക് വളം ഇടുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് ആ പുരോഹിതനും ഒരു സന്യസ്തയും കടക്കുകയാണ്. ഇത് തന്നെ സന്യസ്തരിൽ ഇത് തന്നെയാണ്. അവർ ആ ബ്രാഞ്ച്, വീട് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ വൃക്ഷത്തിൽ നിന്ന് ആ ബ്രാഞ്ചിനെ കർത്താവ് കട്ട് ചെയ്ത് തൻ്റെ മണവാട്ടി സഭയെ നവീകരിക്കാനായിട്ട് അവരെ ദൈവം തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു അൽമായനെ സംബന്ധിച്ച് കൃപ നൽകപ്പെട്ടാലും അവൻ്റെ ഭവനത്തിൽ നിന്ന് അവനെ വിളിക്കപ്പെടുകയില്ല, അവൻ എടുക്കപ്പെടുകയുമില്ല. അവൻ്റെ ഭവനത്തിലായിരുന്നു കൊണ്ട് തന്നെ യേശുവിനോടും ഭവനത്തോടും ഒരേപോലെ സഹവർത്തിത്വത്തിൽ അല്ലെങ്കിൽ ഒരേപോലെ ഉത്തരവാദിത്വത്തിൽ നിൽക്കുന്നിടത്ത് മാത്രമാണ് അഭിഷേകം നമ്മിൽ നിറയുകയുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിൽ കർത്താവ് ഏറ്റവും കൂടുതൽ അഭിഷേകം ചെയ്തത് നമ്മൾ അൽമായരെയാണ്. നമ്മുടെ അഭിഷേകത്തിൻ്റെ നിറവിൽ ഈ കാലഘട്ടത്തിൽ സഭയെ നമുക്ക് ഒരുപാട് നമ്മളിലൂടെ സഭയെ കർത്താവ് നവീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മിലൂടെ കർത്താവിൻ്റെ ശക്തി അനേകരിലേക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. നമ്മിലൂടെ കർത്താവിൻ്റെ സൗഖ്യം അനേകരിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ 2 തലങ്ങളെ നമ്മളെപ്പോഴും നവീകരിച്ച്, വിശുദ്ധീകരിച്ച്, പരിപാലിച്ച്, പരിപോഷിപ്പിച്ച് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ തലവും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ തലവും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2ഇടത്തും നമ്മൾ ഒരുപോലെ മികവ് കാണിക്കണം. 2ഇടത്തും നമ്മൾ മാനിക്കപ്പെടണം. എളുപ്പമല്ല അത്. നമ്മൾ വിചാരിക്കും ഈസിയാണ്, സ്മൂത്തായിട്ട് പോകും. ഇല്ല, സ്മൂത്തായിരിക്കില്ല. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും, ഓരോ ബന്ധന പ്രാർത്ഥന കഴിയുമ്പോഴും, ഓരോ മിനിസ്റ്ററി കഴിയുമ്പോഴും അതിൻ്റെ തിരിച്ചടി വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കും ഈശോയെ എന്നുള്ളൊരു ചിന്തയിലാണ് തിരിച്ചു ചെല്ലുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീയ ജീവിതത്തിൽ എല്ലാം ഓക്കെ ആയ ഒരു ലൈഫല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ സാത്താനുമായിട്ട് ഡയറക്റ്റ് ഒരു ഫൈറ്റാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവൻ്റെ പോരാളിയായിട്ട് നമ്മൾ മാറ്റപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാകുന്ന എല്ലാ ആയുധങ്ങളും സ്വീകരിച്ചുകൊണ്ട് എഫെസോസ് 6:10 ആത്മീയ സമരത്തിൽ പറയുന്ന മുഴുവൻ പടച്ചട്ടയും എല്ലാം ധരിച്ചുകൊണ്ട് സാത്താനെതിരെ ഒരു ഡയറക്റ്റ് ഫൈറ്റിന് നമ്മൾ രംഗത്തേക്ക് ഇറക്കുന്നതാണ് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളെ മാത്രമേ വിസിബിളായിട്ടുള്ളൂ. എതിർവശത്തുള്ള ശക്തി വിസിബിൾ അല്ല, ഇൻവിസിബിളാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു വ്യക്തി സാത്താനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ നാമത്തിൽ പടവെട്ടാൻ ഇറങ്ങുമ്പോൾ മുന്നിലുള്ളതിനെ കണ്ട് പടവെട്ടാൻ പറ്റത്തില്ല. കാരണം മുന്നിലുള്ള ശക്തി അദൃശ്യനാണ്. മുന്നിലുള്ള ശക്തിയെ വിസിബിളായിട്ട് കാണുന്നില്ല. അപ്പോൾ എതിർവശത്തുള്ള ഞാൻ അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവനെ കാണാൻ തക്ക വിധത്തിൽ അഭിഷേകത്തെ സ്വീകരിച്ചില്ലെങ്കിൽ അവൻ അടിക്കുന്ന അടി എൻ്റെ നെഞ്ചിൽ തന്നെ കൊള്ളും. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കാതെ കർത്താവിന് വേണ്ടി പടവെട്ടാൻ ഇറങ്ങിയ പലരും വെട്ടുകൊണ്ട് വീണ് കിടക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, എല്ലാ ആയുധങ്ങളും ധരിക്കാതെ കർത്താവിന് വേണ്ടി നമ്മൾ ഇറങ്ങരുത്. യേശുവിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളായിരുന്ന അവസ്ഥ. ആ പാപത്തിൻ്റെ മേഖലയിൽ നിന്ന് മാറി ആ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുത്തൊരു ജീവിതം നമ്മൾ നമ്മൾ വാർത്തെടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അതാണ് ക്രിസ്തു നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിത പ്രശ്നങ്ങളെ ഓർത്ത് ഒരു വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരിയോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവനൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കില്ല. ജീവിതത്തിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഓർത്ത്, ജീവിതത്തിൽ വന്നിരിക്കുന്ന സഹനങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ജീവിതം നീക്കുന്ന ഒരു വ്യക്തിയാണോ നിന്നിലൊരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകപ്പെടുകയില്ല. കാരണം അത് ഭീരുത്വമാണ്, ഭീരുത്വത്തിൻ്റെ ആത്മാവാണ് നിന്നിലുള്ളത്. അതുകൊണ്ടാണ് നീ കരഞ്ഞുകൊണ്ട് സഹനത്തെ നേരിടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ നിനക്ക് ലഭിക്കണമെങ്കിൽ നിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ സഹനത്തെ നീ ധീരതയോടെ നേരിടണം. സഹനത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കരുത്. നെഞ്ചു വിരിച്ച് നട്ടല് നിവർത്തി ശിരസ് ഉയർത്തി ദൈവനാമത്തിൽ നമ്മൾ സഹനത്തെ അതിജീവിക്കാൻ ശ്രമിച്ചാൽ, പാപത്തെ നേരിടാൻ നമ്മൾ ശ്രമിച്ചാൽ, പാപത്തെ നമ്മൾ അതിജീവിച്ചാൽ
ദൈവം നമുക്ക് നൽകുന്നതാണ് വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈ ഒരു അഭിഷേകത്തിലേക്ക് സ്വീകരിക്കുക. ഓരോ ധ്യാനം കഴിയുമ്പോൾ എന്തെങ്കിലും കിട്ടാതെ ആരും ആ ധ്യാനത്തിൽ നിന്ന് പുറത്തു പോകത്തില്ല. അത് നമ്മുടെ ഏത് ധ്യാന കേന്ദ്രത്തിലാണെങ്കിലും എന്തെങ്കിലും നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ അറിയുന്നത് ഒരു പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലോ മാസങ്ങളിലോ ആഴ്ചകളിലോ ഒക്കെ ആയിരിക്കും. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ സങ്കടങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം തീർക്കുന്നതെങ്കിൽ, നിങ്ങളിങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ജീവിതം തീർക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തില്ല. നിങ്ങളൊരു കാര്യം അറിയണം, നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കാണുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമല്ല, സാത്താനും കാണുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുനീര് കാണുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രമല്ല, സാത്താനും കാണും. അവൻ ആ കണ്ണുനീരിനെ ഇരട്ടിയാക്കാനുള്ള ശ്രമം അവനും തരും. നമ്മൾ വിചാരിക്കും കരയും തോറും കർത്താവിന് എന്നോട് സിമ്പതിയാണെന്ന്. അല്ല, കർത്താവിന് സിമ്പതിയല്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ കുരിശിൽ അവൻ യാഗമാവില്ല. കർത്താവ് കരഞ്ഞ ഈ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ കണ്ണുനീര് ഭൂമിയിൽ വീഴണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ആത്മാക്കളുടെ രക്ഷയുണ്ട്. നമ്മൾ കരയുന്നത് നമ്മുടെ നെഞ്ചത്തിടിച്ച് നമ്മളെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങൾ ഓർത്ത് നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ട് ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. തൊട്ടതിനും പിടിച്ചതിനും കരയുന്ന ചിലവരുണ്ട്. കൃപ നിറയത്തില്ല, ഭീരുത്വമാണ് അവരിൽ പ്രവർത്തിക്കുന്നത്. അഭിഷേകമല്ല, പരിശുദ്ധാത്മാവല്ല, ഭീരുത്വമാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് കരയുന്നത് ഭീരുത്വമാണ്, ദൈവത്തിൽ നിന്നല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ കരയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയുക. കാരണം അതുമാത്രമാണ് ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ പാപങ്ങൾ മാത്രമാണ് ദൈവമറിയാതെ എൻ്റെ സ്വാർത്ഥതയിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ നിൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രമാണ്. നിൻ്റെ പാപങ്ങളെ ഓർത്തല്ലാതെ നിൻ്റെ ജീവിതത്തിൽ നിനക്കൊന്നും നേടാൻ പറ്റിയില്ല. നീ ഇപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ അപ്പോഴും അങ്ങനെയാണ്, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എനിക്ക് എല്ലാ വശത്തും ഞെരുക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നുള്ളൊരു ശക്തിയോ കൃപയോ അനുഗ്രഹമോ ആണെന്ന് വിചാരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കണ്ണുനീര് കാണുന്നത് കർത്താവായ ദൈവം മാത്രമല്ല, നിങ്ങളുടെ കണ്ണുനീര് കാണുന്ന സാത്താനുമുണ്ട്. അവൻ ഈ കണ്ണുനീരിനെ ഇരട്ടിയാക്കാനുള്ള വഴി അവൻ അറിയാം. അതുകൊണ്ട് കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചു എന്നാണ് പറയുന്നത്. കുപ്പിയിൽ ശേഖരിക്കപ്പെട്ട കണ്ണുനീര് കർത്താവ് നിനക്കൊരുക്കിയ കണ്ണുനീരാ. ചില കണ്ണുനീര് ദൈവമായ കർത്താവ് നിനക്കൊരുക്കുന്നുണ്ടെങ്കിൽ ആ കണ്ണുനീരിനെ അവൻ തന്നെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കാരണം അവൻ വഴി നീ കരയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ആ കണ്ണുനീര് ഭൂമിയിൽ പതിക്കാൻ കർത്താവ് സമ്മതിക്കില്ല. കർത്താവിൻ്റെ ഉള്ളം കൈയിലൂടെ അത് കുപ്പിയിലേക്ക് ശേഖരിക്കപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. ഇന്നലെ വരെയുള്ള ഞാനല്ല, ഇന്നു മുതലുള്ള ഞാൻ എന്നൊരു തീരുമാനം നിങ്ങളെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ നിങ്ങളിലൂടെ മറ്റുള്ളവരിൽ ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിങ്ങനെ കരഞ്ഞും വിലപിച്ചിരിക്കാനൊന്നും സമയമില്ല. കാര്യങ്ങളൊക്കെ ഏതാണ്ട് അടുത്തടുത്ത് എത്തിയിരിക്കുക. ഇനി അങ്ങോട്ട് നമ്മളിപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളൊക്കെ ഒത്തിരി കരയാനുള്ളതാണ്. കണ്ണുനീര് പറ്റിപ്പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇനി നമ്മൾ കരയാനായിട്ട് സമയമൊന്നുമില്ല. നമ്മളിനി ഉണർവോടെ ഇരുന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള കണ്ണുനീര് ശേഖരിക്കാൻ നമുക്ക് പറ്റില്ല. വരും കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമായിട്ട് ഒത്തിരി കണ്ണുനീര് ആവശ്യമുണ്ട്. ഇപ്പോൾ എല്ലാം കരഞ്ഞു തീർത്താൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ വരാതിരിക്കുന്ന ദുരിതങ്ങളെ നമ്മൾ കരയേണ്ടി വന്നാൽ കരയാൻ കണ്ണുനീരുണ്ടാവില്ല. അതുപോലെയുള്ളതൊക്കെ റെഡിയായിട്ടിരിപ്പുണ്ട് ഓരോ സ്ഥലത്ത്. അതുപോലുള്ളതെല്ലാം റെഡിയായിട്ടിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പലതും പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് വിഴുങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപകളുമുണ്ട്, സാത്താൻ ഒരുക്കിയിരിക്കുന്ന ദുരിതങ്ങളുമുണ്ട്. ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപകളോടൊപ്പം സാത്താൻ ഒരുക്കിയിരിക്കുന്ന ദുരിതങ്ങളും നമ്മെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം ഒരുക്കിയിരിക്കുന്ന കൃപ സ്വീകരിച്ചാൽ സാത്താൻ ഒരുക്കിയിരിക്കുന്ന ദുരിതങ്ങൾ അതിജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവം കൃപ ഒരുക്കി വച്ചിട്ടുണ്ട്. അത് സാത്താൻ്റെ ദുരിതത്തെ അതിജീവിക്കാനുള്ള അവനൊരുക്കിയ കൃപയാണ്. ആ കൃപ നീ സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ഒരു തിന്മയുടെ ശക്തിക്ക് മുന്നിലും നിൻ്റെ ജീവിതത്തിൽ മുട്ടുമടക്കേണ്ടി വരില്ല. കാരണം ദൈവമായ കർത്താവാണ് നിന്നെ പരിപാലിക്കുന്ന സത്യ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കണം. അവിടെ നിങ്ങളുടെ ശരീരത്തെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ എന്നാണ് ശ്ലീഹ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശരീരങ്ങളെയാണ്, ശരീരത്തെ അല്ല. ശരീരങ്ങൾ ആത്മീയ ശരീരവും ഭൗതിക ശരീരവും ഉണ്ട്. ഒരു വ്യക്തിക്ക് ശരീരങ്ങളാണുള്ളത്, ശരീരമല്ല. ആത്മീയനും ഭൗതികനുമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഭൗതിക ശരീരവും എനിക്കും നിങ്ങൾക്കുമുണ്ട്. നിങ്ങളുടെ ആത്മീയ ഭൗതിക ശരീരങ്ങളെയാണ് നിങ്ങൾ സജീവമായിട്ട് എന്താ പറയുക, നമ്മുടെ വിശുദ്ധിയോടുകൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നമ്മുടെ ആത്മീയ ഭൗതിക ശരീരങ്ങളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുമ്പോൾ വചനത്തിൽ വിശുദ്ധ ശ്ലീഹ വഴി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നു. ഇതാണ് ദൈവത്തിന് നിങ്ങൾ സമർപ്പിക്കുന്ന ഏറ്റവും നല്ല ബലി, ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വിശുദ്ധിയാണ്. ആമേൻ, ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ആരാധന എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ വിശുദ്ധി. ശരീരത്തിൻ്റെ വിശുദ്ധി 2 തരമാണ്. ആത്മാവിലും ശരീരത്തിലും ഭൗതികതയിലും ആത്മീയതയിലും വിശുദ്ധി പാലിക്കുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയായി ദൈവം അതിനെ സ്വീകരിക്കുന്നു. പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുത്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യോഗ്യമായ ആരാധനയാണ് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. കാരണം അവള് നിത്യകന്യകയാണ്. ആത്മാവിലും ശരീരത്തിലും നിത്യകന്യകാത്വമുള്ളവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ ഈ വചനമനുസരിച്ച് പരിശുദ്ധ മറിയം എക്കാലത്തേക്കും ദൈവത്തിനുള്ള ആരാധനയാണ്. പരിശുദ്ധ അമ്മയുടെ ശരീരവും ആത്മാവും എക്കാലത്തേക്കുമുള്ള ദൈവത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആരാധനയാണ്. അത്തരത്തിൽ നമ്മളും ഒരാരാധനയായി നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കണമെങ്കിൽ ആത്മാവിലും ശരീരത്തിലും പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ പരിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ അത് നമ്മുടെ അധ്വാനം കൊണ്ട് എന്നുള്ളതിനേക്കാൾ അധികം ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ടാവണമെന്നാണ് ഏറ്റവും കൂടുതൽ നല്ലത് എന്നെനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ അധ്വാനം ഒരു പ്രലോഭനം വരെ എത്തി നിൽക്കുന്നുള്ളൂ. ഈ പ്രലോഭനത്തെ അതിജീവിച്ചാൽ നമ്മുടെ അധ്വാനത്തിന് വിലയുണ്ട്. നമ്മുടെ അധ്വാനം ഈ പ്രലോഭനത്തെ അതിജീവിച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് 2 തരത്തിലുള്ള വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. ശരീരത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന അഭിഷേകം, ഞാൻ ആദ്യമേ പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ ഞാൻ ആത്മാവിൽ സ്വീകരിച്ചാൽ എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പുറപ്പെടുമ്പോൾ 2ഉം വിശുദ്ധമാണെങ്കിൽ മാത്രമാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പുറപ്പെടുകയുള്ളൂ. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ ശക്തി പുറപ്പെടുകയുള്ളൂ. നിങ്ങൾ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ശരീരത്തിൽ അശുദ്ധി കീപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സംസാരത്തിൽ നിന്ന്, നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്ന്, നോട്ടത്തിൽ നിന്ന്, നിങ്ങൾ കൈകന്ന് കൊടുക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പുറപ്പെടുന്നില്ല. കാരണം സ്വീകരിച്ചതുള്ളിലും ശരീരം അശുദ്ധവുമാണ്.
ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുണ്ടെങ്കിൽ ഈ അഭിഷേകത്തെ നമ്മൾ സ്വീകരിച്ചത് ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ ആയിരിക്കണം. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ അഭിഷേകത്തെ സ്വീകരിച്ച ഒരു വ്യക്തി, പ്രിയമുള്ള ദൈവജനമേ, എന്നേക്കുമായി ദൈവത്തിനുള്ള സജീവ ബലിവസ്തുവാണ്. ഈ ബലി അവൻ സ്വീകരിക്കുന്നത് ആരാധനയായിട്ടാണ്. ഈ ബലിയെ അവൻ സ്വീകരിക്കുന്നത് ആരാധനയായിട്ടാണ്. കാരണം നമ്മൾ ദൈവത്തെ വിളിക്കാൻ മറന്നുപോയാൽ പോലും, സമയം കിട്ടിയില്ലെങ്കിൽ പോലും, നമ്മുടെ ആത്മശരീരങ്ങൾ വിശുദ്ധമാണെങ്കിൽ ദൈവം അത് തന്നെ ആരാധനയായിട്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെ ദൈവം നമ്മിൽ നിന്ന് ആരാധനയായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എത്രയോ അധികം പ്രാർത്ഥനകൾ, ആരാധനകൾ എൻ്റെ വിശുദ്ധി കൊണ്ട് ദൈവം സ്വീകരിക്കുന്നുണ്ട്, ദൈവത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ. പ്രത്യാശയോടെ ഹല്ലേലൂയ. 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 നമ്മൾ എത്ര അഭിഷേകം സ്വീകരിച്ചാലും നമ്മൾ പ്രാർത്ഥനയുടെ മേമ്പൊടി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു അഭിനയം നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വിശുദ്ധമായിട്ട് തോന്നാമെങ്കിലും അവരിൽ മറഞ്ഞിരിക്കുന്ന തിന്മയുണ്ട്. അവരിൽ മറഞ്ഞിരിക്കുന്ന തിന്മകളുടെ ശക്തികളുണ്ട്. പ്രിയപ്പെട്ടവരെ, ദിവസവും പരിശുദ്ധ ബലിക്ക് പോകുന്നവരെല്ലാം നന്മ ഉള്ളവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരെല്ലാവരും വിശുദ്ധരെന്നും വിളിക്കാൻ പറ്റില്ല. അവരിൽ മറഞ്ഞിരിക്കുന്ന, അവരിൽ കുടികൊള്ളുന്ന തിന്മകളുടെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. 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 ഒരിക്കലും ഒരു വൊക്കേഷൻ ക്യാമ്പിന് വേണ്ടി എന്നെ വിളിച്ചു. വൊക്കേഷൻ ക്യാമ്പ്, ഒരു കോൺഗ്രിഗേഷനിലേക്ക് വൊക്കേഷൻ ക്യാമ്പ് നടത്താൻ ഏതാണ്ട് 50ഓളം കുട്ടികൾ. ഇവരെ വിളിച്ചിട്ട് ഈ കുട്ടികളെ എനിക്ക് വിട്ടു തന്നു. ഈ 3 ദിവസം ഈ കുട്ടികൾ എൻ്റെ കൂടെയാണ്. അപ്പോൾ 3-ാമത്തെ ദിനം ഇവർക്ക് പ്രാർത്ഥനകളും വചനവും മറ്റെല്ലാം വൊക്കേഷൻ്റെ വില എന്താണെന്നുള്ളതും, എന്താണ് വൊക്കേഷൻ, എന്താണ് ജീവിതം എന്നുള്ളത്, ആത്മീയ ജീവിതം എന്തെന്നുള്ളതിനെക്കുറിച്ച് അവരെ പഠിപ്പിക്കണം. അതിനുവേണ്ടി 3 ദിവസത്തേക്ക് 50 കുട്ടികളെ എനിക്ക് പൂർണ്ണമായിട്ട് വിട്ടു. ഇവരോടൊത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത്, ഇവരോടൊത്ത് ഭക്ഷണം കഴിച്ച്, ഇവരോടൊത്ത് പ്രാർത്ഥിച്ച്, ഇവരോടൊത്ത് എല്ലാ ധ്യാനങ്ങളും കാര്യങ്ങളെല്ലാം പൂർണ്ണമായി ഇവരോടൊത്ത് മാത്രം. ആ ദിവസങ്ങളിലെല്ലാം ഈ കുഞ്ഞുങ്ങൾ നല്ല ഭംഗിയായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല ഭംഗിയായിട്ട് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അവർ ഓൾട്ടർ സെറ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. അവർ മധ്യസ്ഥ പ്രാർത്ഥന ലീഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ മക്കൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു പ്രേരണ വരും. അതിലൊരു കുട്ടി മാത്രം ഏറ്റവും ഭംഗിയായിട്ട് അവൾ ചെയ്യുന്നുണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഏറ്റവും ഭംഗിയായിട്ട് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ അവിടെയുള്ള മൊത്തം സിസ്റ്റേഴ്സിന് ഇവളിലേക്ക് കണ്ണ് ചെന്ന് പതിച്ചു. ഇവളിലേക്ക് മാത്രം. മുഖത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവളുടെ മുഖവും ഇവളുടെ പെരുമാറ്റവും ഇവൾ ഇങ്ങനെ നിൽക്കുന്ന നിൽപ്പ് പോലും അതിവിശുദ്ധമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അവളാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എല്ലാവരും എത്താൻ അവർ തലത്തിലേക്ക് നിൽക്കുക. ഫൈനൽ ഡേ സിസ്റ്റർ അവിടുത്തെ പ്രൊവിൻഷ്യലമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവരെ ഒരുക്കാം. അപ്പോൾ കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു നേരം മുട്ടുകുത്തി നിൽക്കുമ്പോൾ, അതുവരെ ഇവർ പ്രാർത്ഥിച്ചിട്ടില്ല കേട്ടോ. അപ്പം അച്ഛനുമുണ്ട്. കൈവെപ്പ് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വെച്ച് പോകുന്ന സമയത്ത് ഇവളെ കൈവച്ചതും ഇവൾ അവിടെ കിടന്ന് പിടക്കാൻ തുടങ്ങി. പെടച്ച് ഇവൾ വല്ലാത്തൊരവസ്ഥയിലേക്കുള്ള മുഖമെല്ലാം മാറി വല്ലാത്തൊരവസ്ഥയിലേക്ക് കുട്ടി വരിക. അപ്പോൾ ഇവളോട് സംസാരിച്ച്, നീ ആരാ? ഇന്നയാളാ, എവിടെന്നാ? ഇന്ന സ്ഥലത്തുനിന്നാ. അപ്പോൾ പറയാണ്, നീ പിന്നെ എന്തിന് ഇത്രയും ഈ ഒരു തിന്മയുടെ ശക്തി വെച്ചുകൊണ്ട് ഈ ഒരു വിശുദ്ധമായ സ്ഥലത്തേക്ക് നീ എങ്ങനെ വന്നു? അപ്പോഴാണ് പറഞ്ഞത്, ഇവളിലൂടെ ഈ സഭയെ തകർക്കാൻ എനിക്കറിയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവളിലൂടെ ഈ സഭയെ തകർക്കാൻ എനിക്കറിയാം. പിശാച് പറഞ്ഞതാ, ഇവളിലൂടെ ഈ സഭയെ തകർക്കാൻ എനിക്കറിയാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അവളുടെ പ്രാർത്ഥനയും ഒറ്റ നോട്ടത്തിൽ അവളുടെ പ്രവൃത്തിയും പെരുമാറ്റവും കാണുമ്പോൾ നമ്മൾ അവളിൽ ഇംപ്രസ്ഡ് ആവുകയാണ്. എന്ത് നല്ല കുട്ടിയാ, എന്ത് രസമാണ്. അവളുടെ അടുത്തുനിന്ന് മാറാൻ തോന്നാത്ത രീതിയിലുള്ള പെരുമാറ്റവും
കാര്യങ്ങളും ചിരിയും വർത്തമാനവും എല്ലാം വളരെ ഭംഗിയായി, വളരെ തന്മയത്വത്തോടുകൂടെ, എളിമയോടുകൂടെ, ഭവ്യതയോടുകൂടെ ചെയ്യുന്നത് കാണുമ്പോൾ കണ്ണിൽ ആകർഷണം തോന്നരുത്. ഹല്ലേലൂയ. ക്രിസ്തു പരിശോധിക്കുന്നത് നിന്റെ ആത്മാവിനെയാണ്. പ്രാർത്ഥന അഭിനയമാക്കിയ പലരും നമുക്ക് ചുറ്റും, നമുക്ക് നമ്മുടെ കൂടെയും ഉണ്ട്. പ്രാർത്ഥന അഭിനയമാക്കിയതിനെ തിരിച്ചറിയുവാൻ നിങ്ങൾ ദൈവത്തോട് ഒരു ഡിസേൺമെൻറ്റ്, ആ ഒരു കൃപ നിങ്ങൾ ചോദിക്കണം. വിവേചിച്ചറിയാനുള്ള കൃപ, ആത്മാക്കളെ വിവേചിച്ചറിയാനുള്ള കൃപ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ചിരിച്ച് കാണിക്കുന്ന മുഖമൊക്കെ നല്ലതെന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ചിരിച്ച് കാണിക്കുന്ന മുഖമൊക്കെ നല്ലതെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ നശിപ്പിക്കാൻ അവരിലൂടെ സാത്താൻ തിന്മയെ അയച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നമുക്കത് വിവേചിച്ചറിയാൻ പറ്റില്ല. ദൈവം തന്നിരിക്കുന്ന കൃപകൾ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ തുടങ്ങിയാൽ, ദൈവത്തെ നിങ്ങൾ പതിവായി നിങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ, പ്രിയമുള്ള ദൈവജനമേ, ദൈവം വസിക്കുന്നവനെ തിരിച്ചറിയാൻ ദൈവം നിൻ്റെ ഉള്ളിൽ കൃപ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഡിസേൺമെൻറ്റിൻ്റെ കൃപ ലഭിക്കില്ല. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു ഉണ്ടെങ്കിൽ, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ ഉള്ളിൽ പറയും, എൻ്റെ ഉള്ളിലൊരു പ്രേരണ തരും, എൻ്റെ ഉള്ളിലൊരു ചിന്ത തരും, എൻ്റെ ഉള്ളിൽ കർത്താവ് ഒരു ഭാരം തരും. നിൻ്റെ മുന്നിലിരിക്കുന്നവളിൽ ഞാനാണ് എന്ന് ഈശോ നമുക്കൊരു ബോധ്യം തരും. അവരെങ്ങനെ അഭിനയിച്ചാലും ഇല്ലെങ്കിലും, അവർ ചിലപ്പോൾ മദ്യപാനത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുന്നവരും മറ്റ് ലോകാരൂപിയിൽ ജീവിക്കുന്നവരാണെങ്കിലും ഈശോ പറയും, അവളിൽ ഞാനുണ്ട്. ഇത് തന്നെ അഭിനയിച്ചു വന്നിരിക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, വളരെ വലിയ അവർ ചെയ്ത പ്രാർത്ഥനകൾ മാത്രം വിളമ്പുന്നവർ വന്നിരിക്കും നമ്മുടെ മുന്നിൽ, നമ്മളോട് കൂടെ ഇരിക്കും. അവർ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ അവരിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ വിശ്വസിക്കരുത്. തിരിച്ചറിയണം ആത്മാക്കളെ. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വീണ്ടും നമ്മൾ പഴയ പാപത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ വീണ്ടും പോകും. നിങ്ങൾക്ക് ഓരോ ധ്യാനം വഴി കിട്ടുന്ന നവീകരണത്തെ ഇല്ലാതാക്കാൻ സാത്താൻ ഒരൊറ്റ നിമിഷം മതി, ഒരൊറ്റ വ്യക്തി മതി. എത്രയേറെ ശുശ്രൂഷകര് അനേകം ആത്മാക്കളെ നേടാൻ ഉപവസിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് അഭിഷേകം സ്വീകരിച്ച് കർത്താവിൻ്റെ വേലക്കിറങ്ങി ആത്മാക്കളെ നേടുമ്പോൾ സാത്താന് ഒരു ഉപവാസം, ഒരു പ്രാർത്ഥനയും, ഒരു ത്യാഗപ്രവൃത്തിയും ഇല്ലാതെ പാപം മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾ ഈസി ആയിട്ട് അവനെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കണ്ണുകളെ അവന് കെട്ടിയിടാൻ പറ്റും, നമ്മുടെ ചിന്തകളെ അവന് കെട്ടിയിടാൻ പറ്റും, നമ്മുടെ ബുദ്ധി അവന് കെട്ടിയിടാൻ പറ്റും, നമ്മുടെ വിചാരങ്ങൾ അവന് സ്വാധീനിക്കാൻ പറ്റും. പ്രിയമുള്ള ദൈവജനമേ, ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ സാത്താൻ ഏറ്റെടുത്ത് കൊണ്ടുപോയാൽ മുന്നിലിരിക്കുന്നത് നല്ലതോ ചീത്തയോ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള വിവേചന ശക്തി നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിന് കീഴടങ്ങി ദൈവത്തെ ആരാധിക്കുന്ന മക്കളായിട്ട് നിങ്ങൾ മാറ്റപ്പെട്ടില്ലെങ്കിൽ, നിങ്ങളിൽ നിന്ന് ദൈവിക ആരാധന ഉയർന്നില്ലെങ്കിൽ, നിയോഗങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് നിങ്ങളിൽ നിന്ന് ഉയരുന്നതെങ്കിൽ, ദൈവത്തോടുള്ള ആരാധന, ആത്മാക്കളെ പ്രതിയുള്ള ദാഹം, ആത്മാവിലുള്ള ജീവിതം, നിത്യജീവന് വേണ്ടിയിട്ടുള്ള കൊതി നിങ്ങളിൽ നിന്ന് ഉയർന്നില്ലെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, നിന്റെ മുന്നിലിരിക്കുന്നതിന് തിരിച്ചറിയാൻ നിനക്ക് പറ്റിയെന്ന് വരില്ല. എന്നും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തെ ഏതെങ്കിലും തരത്തിൽ നീ സ്വാധീനിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ നിനക്ക് വരും. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ എന്തെങ്കിലും കാണിച്ച് മോഹിപ്പിച്ച് സ്വാധീനിച്ചു കൊണ്ടുവരാൻ നമ്മൾ അത്തരത്തിൽ ദൈവത്തെ നമ്മൾ വില കുറച്ച് കാണിച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? ഞാൻ പാപത്തെ ഉപേക്ഷിക്കാൻ നീ വരുമോ, നീ ഇത് ചെയ്തു തരുമോ, ഞാൻ ഇത് ചെയ്യാം, നീ ഇത് ചെയ്തു തരുമോ? ഇങ്ങനെയല്ല ദൈവത്തെ നമ്മൾ സ്വാധീനിക്കേണ്ടത്. മറിച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നവനാണ്, ഞാൻ നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനാണ്, ഞാൻ എൻ്റെ പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നവനാണ്, കൗദാശിക ജീവിതം ഞാൻ അനുകരിക്കുന്നവനും അതിനെ ഞാൻ പിന്തുടരുന്നവനുമാണ് എന്ന് ദൈവത്തിൻ്റെ മുൻപിൽ അവനോട് പറയേണ്ട അവസ്ഥ എനിക്ക് വരരുത്. നിയോഗം വരുമ്പോൾ ഈ അവസ്ഥകളെല്ലാം ഞാൻ അഭിനയിച്ച് കാണിച്ച് അവരിൽ നിന്ന് ശക്തി സ്വീകരിക്കാൻ ശ്രമിക്കുന്നവരാ നമ്മൾ. അതല്ല യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ദൈവത്തെ ആരാധിക്കുന്നിടത്താണ് ക്രിസ്തീയ ജീവിതം.
ക്രിസ്തു നിന്നിൽ വസിക്കാതെ ക്രിസ്തീയ ജീവിതം എന്ന് നിന്നെ തന്നെ വിളിക്കാനും നിന്നെ തന്നെ അങ്ങനെയാണെന്ന് ചിന്തിക്കാനും നിനക്ക് പറ്റില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിലുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിലുള്ള ജീവിതം ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഹല്ലേലൂയ. ദൈവത്തെ നീ ആരാധിക്കാൻ തുടങ്ങിയാൽ ദൈവം വസിക്കുന്നത് എവിടെയെല്ലാമെന്ന് ദൈവം നിനക്ക് കാണിച്ചു തരും. ദൈവത്തെ നീ ആരാധിച്ചില്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്നത്, നമ്മൾ കൈവെക്കുന്ന ഇടമെല്ലാം നഷ്ടങ്ങളിലേക്ക് പോകും. നമ്മൾ എന്ത് തൊട്ടാലും അവിടെ നഷ്ടം. നമ്മളൊരു സ്ഥലം വാങ്ങിയാൽ അവിടെ ഒരു ഗതി പിടിക്കാത്ത അവസ്ഥ. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ അത് 8 നിലയിലല്ല ഒരു 16 നിലയിൽ അത് പൊട്ടുന്ന അവസ്ഥ. ഇങ്ങനെ തുടർന്നിടം എല്ലാം തകർച്ചകൾ. കാര്യം എന്താണെന്നറിയോ? നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഏറിയ പങ്കും കൊണ്ടുപോയത് നമ്മുടെ നിയോഗങ്ങളും നമ്മളുടെ വ്യർത്ഥമായ കണ്ണുനീരുമാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഏറിയ പങ്കും. അത് ഇങ്ങനെ ഊറ്റിക്കൊണ്ടുപോയി. ദൈവത്തിന് കിട്ടേണ്ട ആരാധന ദൈവത്തിന് കിട്ടിയതുമില്ല. ആയുസ്സിൻ്റെ പകുതിയിലധികവും തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആയുസ്സിൻ്റെ പകുതി തീർന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെങ്കിലും കർത്താവിന് വേണ്ടി മാറ്റിവെച്ചുകൂടെ? അതാണ് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത്. മക്കളെ വിവാഹം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഉള്ളവരാണ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യം. അവരുടെ വഴിക്ക് വിട്ടേക്കണം. നിങ്ങൾ ആരാധിക്കുക, അതിൻ്റെ ഔട്ട്പുട്ട് അവർക്ക് കിട്ടിക്കോളും. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക. കാണുന്ന കണ്ണുനീര് കണ്ട് നമ്മുടെ പ്രാർത്ഥനകളെ അങ്ങോട്ട് ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യക്തി തുടങ്ങുമ്പോൾ അവനിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒന്നിൽ കണ്ണുനീര് സാത്താൻ കൊട്ടുക്കും. അപ്പം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി ആരാധന നിർത്തി ഈ കണ്ണുനീര് കാണുമ്പോൾ, ഈ ഒലിപ്പീര് കാണുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ആരാധനകൾ മാറ്റി ഇതിനു വേണ്ടി പ്രാർത്ഥന തുടങ്ങും. അപ്പോൾ നമ്മളിൽ നിന്ന് ദൈവത്തിന് കിട്ടേണ്ടത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ആരാധന ബ്ലോക്ക് ചെയ്യപ്പെട്ടു. എൻ്റെ ആരാധന മുഴുവൻ ഇങ്ങോട്ടായി. അപ്പോൾ ദൈവത്തിന് കിട്ടേണ്ടത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു. ഇവിടെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ ആ കുടുംബം വീണ്ടും തകർച്ചയിലേക്കാണ് പോണത്. കാരണം അതുവരെ ആരാധന ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ബ്ലോക്കായി. കാരണം എന്താ? നിയോഗം സ്റ്റാർട്ട് ചെയ്തു. ഈശോ ആഗ്രഹിക്കുന്നില്ല ഇത്തരത്തിലൊരു ജീവിതം. ഈശോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇതല്ല. ആരാധനയാണ് ക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പറയുന്നു, ആത്മാവും ശരീരവും വിശുദ്ധമായി കാത്തുസൂക്ഷിച്ചാൽ അതിനെ വിശുദ്ധ പൗലോസ് വിളിച്ചത് ആരാധന എന്നാണ്. ഹല്ലേലൂയ. ആത്മാവും ശരീരവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ പൗലോസ് അതിനെ വിളിച്ചത് ആരാധന എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധന ദൈവത്തിന് സമർപ്പിക്കണം. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം എടുത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നതെന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ലേഖനങ്ങളെടുത്ത് വായിച്ചാൽ, പൗലോസ്ലിയുടെ എല്ലാ ലെറ്റേഴ്സ് എടുത്ത് നിങ്ങൾ വായിക്കുക. അതിനകത്ത് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഓരോ കാലഘട്ടം കഴിയുന്നതോറും പൗലോസ് പറയുന്നു, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു മാറ്റം വന്നത് നമ്മൾ ഈ വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിൾ വായിക്കാൻ നമുക്ക് മനസ്സിലാകും. ആദ്യം നമ്മൾ ശുശ്രൂഷ ജീവിതം തുടങ്ങുമ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ നമ്മൾ ചെയ്യും. പക്ഷേ ഈ ശുശ്രൂഷ ജീവിതം പുറകോട്ട് പോകരുത്. ഇച്ഛിക്കാത്ത തിന്മ നമ്മൾ ചെയ്താലും ജീവിതം പുറകോട്ട് പോകാതെ ശുശ്രൂഷയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായി മാറും. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ പേരാണ് ശുശ്രൂഷ ജീവിതം. അതാണ് ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിളിക്ക് ചേരാത്ത ജീവിതം നമ്മൾ ചെയ്യും. നമ്മുടെ വിളിക്ക് ചേരാത്ത തിന്മ നമ്മൾ പ്രവർത്തിക്കും. എന്നിട്ട് നമ്മൾ ആ തിന്മയിലായിരിക്കുമ്പോൾ നമ്മൾ ഇനി മടുത്തു, തിരിച്ചു നടക്കാം എന്ന് ചിന്തിക്കരുത്. പൗലോസ് പറഞ്ഞത് തന്നെയാണ്,
പൗലോസ് ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു. എന്നിട്ട് പൗലോസ് ശുശ്രൂഷയിൽ നിന്ന് മാറുന്നില്ല, ആ ശുശ്രൂഷയിൽ നിന്ന് അദ്ദേഹം തുടരുകയാണ്. അവസാനം എത്തി നിൽക്കുന്നത് എങ്ങനെയാ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ദൈവം വരുത്തിയ മാറ്റം കണ്ടോ? ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിന് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ഈ അവസ്ഥയിൽ നിന്നെ മോചിപ്പിക്കണം. ദൈവം പറഞ്ഞു, ഈ മുള്ള് നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല, ഈ മുള്ള് നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ശുശ്രൂഷ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു മുള്ള് വിശുദ്ധ പൗലോസിനുണ്ട്. ഈ മുള്ളിനെ ദൈവമായ കർത്താവ് അവിടെ തന്നെ വെച്ചു. ആ മുള്ളിൽ നിന്ന് പ്രസംഗിക്കാൻ പൗലോസ് പഠിച്ചു. ആമേൻ, ഹല്ലേലൂയ. ഇതാണ് ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു പ്രാർത്ഥന അഭിഷേകത്തിലേക്ക് കടക്കുമ്പോൾ, വിശ്വാസ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വ്യക്തിയിൽ വരുന്ന സഹനം. ഈ സഹനത്തെ സ്വീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ നീ വീണു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വീണു പോകും. ഈ സഹനത്തെ സ്വീകരിക്കാൻ പറ്റണം. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ നമ്മൾ വീഴരുത്. ദൈവം തന്നിരിക്കുന്ന മുള്ളുകൾ ഒരിക്കലും എടുത്ത് മാറ്റപ്പെടുകയില്ല. ആ മുള്ളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ശക്തിയെ സ്വീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. നിങ്ങൾ ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, നിങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഒരു പാപത്തിൻ്റെ പ്രലോഭനം എല്ലാവരിലും ഉണ്ട്. ഒരു പാപത്തിൻ്റെ പ്രലോഭനമുണ്ട്. അത് കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഈ 3 മേഖലയിൽ പെടും. അതായത് ജഡിക പാപത്തിൽ ഒരു വിഷ വീണു പോകും, സമ്പത്തിനോടുള്ള താല്പര്യത്തിൽ വീണുപോകും, സുഖഭോഗങ്ങളിൽ വീണുപോകും, സ്ഥാനമാനങ്ങളിൽ വീണുപോകും, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രശംസ ആഗ്രഹിച്ച് ശുശ്രൂഷ ചെയ്യും, മറ്റുള്ളവരെ എന്നെ മാത്രം കാണണമെന്നുള്ള രീതിയിൽ ശുശ്രൂഷ ചെയ്യും. ഇങ്ങനെ പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു മുള്ളായിട്ട് അതിനെ കണ്ടാൽ അതിൽ ചവിട്ടി നിന്നുകൊണ്ട്, അതിനെ ചുമക്കരുത്, അതിൽ ചവിട്ടി നിന്ന് ദൈവത്തിൻ്റെ നാമത്തെ പ്രഘോഷിക്കാനുള്ള അഭിഷേകത്തെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് വിളമ്പുവാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. പൗലോസ്ലീഹായിലുണ്ടായിരുന്ന മുള്ളിനെ കർത്താവായ ദൈവം എടുത്തു മാറ്റാതെ അതിൽ ചവിട്ടി നിന്ന് കർത്താവിനെ കൊടുക്കുവാൻ പൗലോസിനെ ബലപ്പെടുത്തിയ ദൈവത്തിൻ്റെ കരങ്ങൾ നമ്മളെയും ബലപ്പെടുത്തട്ടെ. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായി എന്തെന്നും വിവേചിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. രണ്ടാമത് വിശുദ്ധ പൗലോസ് പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ലോകത്തിൻ്റെ അരൂപി നമ്മളെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് മറ്റുള്ളവർക്ക് വായിച്ചെടുക്കാൻ പറ്റും. ലോകത്തിൻ്റെ അരൂപി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തെ ശ്രദ്ധിച്ചു തുടങ്ങും. ശരീരത്തിന് നമ്മൾ എന്താ പറയുക, ശരീരത്തെ നമ്മളിങ്ങനെ പരിപോഷിപ്പിച്ച് കൊണ്ട് നടക്കും. ശരീരത്തിന് നമ്മൾ മുൻതൂക്കം കൊടുക്കും, ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. കാരണം ശരീരമാണ് ലോകത്തിൽ നിന്നുള്ളത്. ആത്മീയ മനുഷ്യൻ ഈ ശരീരത്തിന് പ്രാധാന്യം കൊടുക്കത്തില്ല, മറിച്ച് അവൻ അതിനുള്ളിൽ വസിക്കുന്ന ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അവന് ഉറക്കം വിഷയമായിരിക്കില്ല. അവനെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ദൈവജനമേ, ഭക്ഷണം വിഷയമായിരിക്കത്തില്ല. ഭക്ഷണം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓടിക്കോളും. ഉറക്കമില്ലെങ്കിലും കുഴപ്പമില്ല, ഓടിക്കോളും. ഇങ്ങനെ ഒരു ജീവിത അവസ്ഥയിലേക്ക് ആത്മീയ മനുഷ്യൻ വരും. ഭൗതിക മനുഷ്യനാണെങ്കിൽ 3 നേരം കൃത്യമായിട്ട് കിട്ടണം. അയ്യോ എനിക്ക് പറ്റില്ല, ഇത് ഭൗതികനാ, ഇത് ലോകാരൂപിയാണ്. ഒരു നേരം വിശന്ന് നിന്നാൽ പറയും ഗ്യാസ് കയറി. എവിടെ നിന്നാണ് പ്രിയപ്പെട്ടവർ ഗ്യാസ് വരുന്നത്? പുറമേ നിന്നൊന്നും ഒരു ഗ്യാസും കയറുന്നില്ല. പുറമേ നിന്നുള്ള ഗ്യാസ് നിങ്ങൾ സ്വീകരിച്ചല്ലോ, സിലിണ്ടറും കൊണ്ടാണോ നിങ്ങൾ നടക്കണേ? പ്രിയപ്പെട്ട ദൈവജനം, ഈ ഗ്യാസ് ഉള്ളിലുള്ളത് തന്നെ. ഇത് ഫോം ചെയ്യണം നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അത് ഭക്ഷണം കഴിച്ചാലും ഫോം ചെയ്യും. സാത്താനൊരു ബോധ്യം തന്നിട്ടിരിക്കുക, മെഡിക്കൽ സയൻസ് ഒരു ബോധ്യം തന്നിട്ടിരിക്കുക. എന്താ ബോധ്യം? ഇതിങ്ങനെ ഇല്ലെങ്കിൽ അതങ്ങനെയാ, അങ്ങനെ ഇരിക്കും, അതും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ, ലോകത്തിൽ നിന്നൊരു പിടി നമ്മൾ വിടത്തില്ല. ഗ്യാസല്ലേ, ഏറത്തില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ പിടി വിട്ടാൽ നമുക്ക് ദൈവത്തിനൊരു പിടി ദൈവം തരും. ഇന്നലെ രാത്രി ഞങ്ങളിവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ വെളുപ്പിന് 3 മണി. 3 മണിക്കാണ് ലാസ്റ്റത്തെ പ്രെയർ കഴിഞ്ഞത്. 2:55. 3 മണിക്ക് പിന്നെ ചെന്നിരുന്ന് കിടക്കാൻ പറ്റില്ല, കാരണം 3 മണിയാണ്, കരുണക്കൊന്നയുടെ സമയമാണ്.
കർത്താവിന് വേണ്ടി അനേക ആത്മാക്കൾക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത നിയോഗം വന്നു. അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്ത നിയോഗം വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത നിയോഗം വന്നു. പിന്നെ നോക്കിയപ്പോൾ കുളിക്കാനുള്ള ബെല്ലടിയായി. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ എന്താ, ഇന്നലെ ഫുൾ നൈറ്റ് ഉറങ്ങിയിട്ടില്ല, ഇന്നലത്തെ ഫുൾ നൈറ്റിലെ ഉറക്കമില്ല. അപ്പം നമ്മൾ ഭൗതികരാണെങ്കിൽ ഇന്ന് എഴുന്നേക്കില്ല. ഭൗതികതയിൽ ഇന്ന് എഴുന്നേൽക്കാനുള്ള ചാൻസ് ഇല്ല. ഭൗതികതയിൽ ഇന്ന് എഴുന്നേൽക്കണമെങ്കിൽ രാത്രി സുഖനിദ്ര കിട്ടണം. അപ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ ഉണർന്നിരുന്നാൽ ഭൗതികതയിൽ ഒരു ക്ഷീണം നമുക്ക് തോന്നത്തില്ല. നമ്മുടെ ആത്മീയ മനുഷ്യനിൽ ജീവനുണ്ടെങ്കിൽ ഭൗതികതയിൽ നമ്മുടെ ശരീരം ക്ഷയിച്ചു എന്ന് നമുക്ക് തോന്നിയാലും അത് ഓടിക്കൊണ്ടിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ 4th സ്റ്റേജ് എത്തിയ ഒരു ശുശ്രൂഷകനുണ്ട് എൻ്റെ പരിചയത്തിൽ. അദ്ദേഹം എപ്പോൾ സ്കാൻ ചെയ്ത് എപ്പോൾ ചെക്ക് ചെയ്താലും ഈ 4th സ്റ്റേജിൽ നിന്ന് താഴേക്ക് വരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ജീവിതം അദ്ദേഹം ഒരിക്കലും ബ്ലോക്ക് ചെയ്തിട്ടില്ല, നിർത്തിയില്ല. അദ്ദേഹം മെഡിസിനിൽ ആശ്രയിക്കുന്നുമില്ല. അദ്ദേഹം കാലാകാലങ്ങളിൽ ആ ചെക്കപ്പ് കൃത്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയി ചെയ്യും. 6 മാസം 3 മാസം കൂടുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോഴെല്ലാം ഈ ക്യാൻസർ സെൽസ് അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ 4th സ്റ്റേജിൽ തന്നെ നിൽക്കുക. ഈ 4th സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി ഒരിക്കൽ പോലും ശുശ്രൂഷ മുടക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മൊത്തം ശരീരത്തിൽ സംഭവം കാണിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് ഞാൻ പറഞ്ഞു 2-ാം മണി അടിച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു, ഒറ്റ വാക്കിൽ. കാരണം ഇനിയൊരു സ്റ്റേജ് ഇല്ലല്ലോ, നേരെ പെട്ടിയിലേക്ക് എടുക്കുക. 2-ാം മണി അടിച്ചിരിക്കുകയാണല്ലോ, 3-ാം മണിക്കുള്ള സമയം പോലും ഇല്ല. അപ്പോഴാണ് പറഞ്ഞത്, ബ്രദറെ 4th സ്റ്റേജാണ്. അപ്പോൾ ഞാൻ എന്താ, ക്യാൻസറാണോ? ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് എന്ന് മെഡിക്കൽ സയൻസ് പറയും. പക്ഷേ ഈ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ 4th സ്റ്റേജിലേക്ക് എത്തിയത്. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ക്യാൻസറിൻ്റെ 4th സ്റ്റേജിനെ ആ മനുഷ്യൻ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റി. ആ കൃപ കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ അസുഖത്തിൽ അങ്ങനെ ഓടാൻ പറ്റില്ല. എന്നാൽ വലിയ ശുശ്രൂഷകനോ വലിയ സംഭവമൊന്നുമല്ല. നടന്ന് കാണുന്നവർക്ക് കർത്താവിനെ കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഇന്ന് എവിടെയുണ്ടെന്ന് പോലും ആർക്കറിയത്തില്ല. ഇന്നെവിടെയുണ്ടെന്ന് വിളിച്ചു ചോദിച്ചാലൊന്നും പറയത്തില്ല. അതിങ്ങനെ നടന്ന് തീർന്നുകൊണ്ടിരിക്കുക. ആർക്കെന്നില്ലാതെ കർത്താവിനെ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആരുടെ മുൻപിൽ ഒരു സ്ഥാനവും ആഗ്രഹിക്കുന്നില്ല. ഒരു മൈക്കും വേണ്ട, ഒരു അൾത്താരയും വേണ്ട, ഒന്നും വേണ്ട. ഇതിങ്ങനെ നടന്ന് ക്രിസ്തുവിനെ കൊടുക്കുന്ന ഇതുപോലുള്ള കുറേ ജന്മങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. 3 നേരം വെട്ടി വിഴുങ്ങുമ്പോൾ ഇതും കൂടി ഒന്നോർത്ത് ഒരു നേരത്തെ ഫുഡെങ്കിലും അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അത് പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഒന്ന് കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ ഈ ധ്യാനം വിജയിച്ചു. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്വീകരിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങൾ അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കണേ. നിങ്ങൾ ലോകത്തിൻ്റെ അരൂപിയെ സ്വീകരിച്ച് പ്രാർത്ഥിക്കരുത്. വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്ലോക്കിലൊക്കെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കരുത്. 8 മണിയടിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ്, 1 മണിയടിച്ച് ലഞ്ചാണ്, രാത്രി 7 വീണ്ടും നമ്മൾ ഭക്ഷണത്തിനുള്ള സമയമാണ്. ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കിയിരുന്ന് ശിഷ്ടഭാഗം മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ ക്ലോക്കിൽ നിങ്ങൾ ഏത് സമയത്താണോ ഭക്ഷണത്തിനിരിക്കുന്നത് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ ഏത് സമയത്താണോ ഉറങ്ങാനുള്ള സമയം അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുക. ബാക്കിയുള്ള സമയം നിങ്ങളുടെ ഭൗതിക ജീവിത ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓട്. അവിടെ നിന്റെ ഭൗതികതയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൗതികതയ്ക്ക് വേണ്ടി നിന്റെ ഉദരത്തെ പോറ്റാൻ വേണ്ടി നീ മാറ്റിവെച്ചിരിക്കുന്ന സമയം ദൈവത്തെ സ്വീകരിക്കാൻ വേണ്ടി ആത്മാവിന് വിട്ടുകൊടുത്ത് നീ ജീവിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ നിന്റെ ജീവിതത്തിൽ വരും. നീ കരങ്ങൾ ഉയർത്തുമ്പോൾ നിന്റെ കരങ്ങളിൽ നിന്ന് ദൈവത്തിൻ്റെ ശക്തി അനേകരിലേക്ക് പുറപ്പെടും. നീ കണ്ണു തുറന്ന ഒരു വ്യക്തിയെ നോക്കുമ്പോൾ അവനിലുള്ള സാത്താൻ്റെ ശക്തികൾ അവനെ വിട്ടുമാറുന്ന അഭിഷേകം നിന്റെ കണ്ണുകളിൽ നിന്ന് പുറപ്പെടും. നീ ഒരുവനോട് സംസാരിക്കുമ്പോൾ അവനിലുള്ള പാപാവസ്ഥ മാറി പശ്ചാത്താപത്തിൻ്റെ അഭിഷേകം അവന് കൊടുക്കുവാൻ നിന്റെ നാവിനെ ദൈവമായ കർത്താവ് അഭിഷേകം ചെയ്യും. ഇത്തരത്തിൽ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ജോയൽ 2 പറയുന്നത് പോലെ നിങ്ങൾ സ്വീകരിച്ച് അനേകരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ
കർത്താവിനെ ദേശാന്തരങ്ങളിലേക്ക്, നിങ്ങൾക്കറിയാത്ത ഭാഷക്കാരിലേക്ക്, നിങ്ങൾ കണ്ടുമുട്ടിയില്ലാത്ത ജനതതികളിലേക്ക് കർത്താവിൻ്റെ ശക്തിയെ കൊടുക്കുന്ന, കർത്താവിൻ്റെ സംവഹിക്കുന്നവരായിട്ട് സ്വർഗം നിങ്ങളെ മാറ്റാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണർന്നിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചേ, നിങ്ങളുടെ ക്ഷീണം മാറ്റിവെച്ചെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ, ക്രിസ്തുവിന് വില കൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് ജീവിച്ചേ. കർത്താവിൻ്റെ ശക്തി നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കൂടെയുള്ളവർക്കും അനുഭവിച്ചറിയാനായിട്ട് പറ്റും. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ദേശങ്ങളെ അവകാശപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓരോ സ്ഥലങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഓരോ ദേശങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഈ ദേശത്തെ ഞാൻ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനം എനിക്ക് അവിടെ പ്രഘോഷിക്കണം. അവിടെയുള്ള വ്യക്തികളോട് വിളിച്ചിട്ട് എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറയരുത്. കർത്താവിനോട് പറയണം, കർത്താവേ, നിൻ്റെ നാമത്തിൽ ഈ ദേശത്തെ അവകാശപ്പെട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള തിന്മയുടെ ശക്തികൾക്ക് മേൽ അവിടെ നിന്ന് എനിക്ക് ആധിപത്യം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ശുശ്രൂഷ ജീവിതം ഒരു ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങത്തില്ല. മറിച്ച് കർത്താവ് നിങ്ങളെ എടുത്തുപയോഗിക്കുന്ന അഭിഷേകത്തിൻ്റെ തലം കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ദേശങ്ങളെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ ആ മറ്റൊരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ തിന്മയുടെ ശക്തികൾക്ക് മേൽ, ആ സ്ഥലത്തുള്ള ദേശത്തിൻ്റെ അരൂപിക്കുമേൽ ആദ്യമേ നിങ്ങൾ അവകാശം മേടിക്കണം. എന്നിട്ടേ ആ സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ പാടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ചില വ്യക്തികൾ വീട് മാറി താമസിക്കുമ്പോൾ അവർ വീണു പോകും, അവർ കെട്ടുപോകും. പിന്നീട് അങ്ങോട്ട് അവർ നിലനിൽക്കാനോ വളരാനോ ഉയരാനോ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊച്ചിയാണ്, ഇനി കോട്ടയത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക. അവിടെയാണ് മക്കൾ, അവിടെയാണ് ജോലി, അവിടെയാണ് സംഭവം ഒക്കെ. അപ്പോൾ കൊച്ചിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തെ അരൂപിയല്ല കൊച്ചിയിലുള്ളത്. കൊച്ചിയിൽ ഞാൻ ജനിച്ച് ജീവിച്ച മണ്ണാണെങ്കിൽ അവിടെ ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ കുടുംബ പ്രാർത്ഥന കൊണ്ട്, എൻ്റെ വ്യക്തിപരമായ ജീവിതം കൊണ്ട്, തലമുറയിലുള്ള പ്രാർത്ഥന കൊണ്ട് അവിടെ ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ കഴിഞ്ഞുകൂടിയെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഞാൻ കോട്ടയത്തെത്തുമ്പോൾ ഇവിടെ ഞാൻ കണ്ട അരൂപിയല്ല അവിടെ നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ദേശത്തിൻ്റെ അരൂപിക്ക് മേൽ എനിക്ക് അധികാരമില്ലാതെയാണ് ആ ദേശത്തേക്ക് ഞാൻ കടന്നു ചെല്ലുന്നെങ്കിൽ ആ മണ്ണ് എന്നോട് സഹകരിക്കില്ല. ഞാൻ വാങ്ങിക്കുന്ന ഭൂമി എന്നോട് സഹകരിക്കില്ല. ഞാൻ നേടുന്ന സ്ഥലം എന്നോട് സഹകരിക്കില്ല. ഞാൻ ചെയ്യുന്ന ജോലി എന്നോട് സഹകരിക്കില്ല. അവിടെ എനിക്ക് പ്രാർത്ഥനയിൽ നിലനിൽക്കാനും പറ്റില്ല. ഇതാണ് ചില മക്കൾ ഇവിടം വിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോവും. അവിടെ നിന്ന് അതുപോലെ തന്നെ തിരിച്ചു വരും. മറ്റ് ചില സ്ഥലങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കും, അതുപോലെ തന്നെ തിരിച്ചു വരും. ചില സ്ഥലങ്ങളിലേക്ക് ഇവരെത്താൻ ശ്രമിക്കും, ദൈവം എത്തിക്കത്തില്ല. ഇങ്ങനെ കിടന്ന് വട്ടത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട്. അതിന് കാരണം ഇതാ, അവരായിരിക്കുന്ന ദേശം വിട്ട് പോകാനായിട്ടുള്ള അഭിഷേകം അവർ സ്വീകരിച്ചിട്ടില്ല. അവരായിരിക്കുന്ന ദേശം വിട്ട് പോകണമെങ്കിൽ പ്രാർത്ഥനയുടെ അഭിഷേകം അവർക്കില്ലെങ്കിൽ ചെല്ലുന്ന ദേശത്ത് അവർക്ക് കല്ലുകടിയായിരിക്കും ബാക്കി കിട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളൊരു ശുശ്രൂഷ, ഒരു അഭിഷേകം നമ്മൾ സ്വീകരിക്കുക. നിങ്ങളിവിടെ നിന്ന് സ്വീകരിച്ചത് പ്രാർത്ഥനയുടെയും പരിശുദ്ധാത്മാവിൻ്റെയും അഭിഷേകമാണ്. നിങ്ങളിവിടെ നിന്ന് കേട്ടത് നിത്യജീവൻ മാത്രമാണ്, ആത്മാവിലുള്ള ജീവിതമാണ്. നിങ്ങളിവിടെ ഒരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കുകയുമില്ല, പഠിപ്പിക്കില്ല. ഇപ്പോൾ രോഗം മാറണം, ഒറ്റ പ്രാർത്ഥന മതി, പക്ഷെ പറഞ്ഞു തരില്ല. കാരണം അത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സമ്പത്ത് നേടണം, ഒറ്റ പ്രാർത്ഥന വഴി കിട്ടും, പക്ഷെ പറഞ്ഞു തരില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബം സ്വസ്ഥതയിൽ നിൽക്കണം, പറഞ്ഞു തരില്ല. ആരാധിക്കുക, അത് മതി. ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. അത് പറഞ്ഞു തരുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കാൻ പറയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങളോട്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ ആരാധിക്കുക. അതല്ലാതെ മറ്റൊരു ഷോർട്ട് കട്ട് ഇല്ല പ്രിയപ്പെട്ടവർ. ദൈവത്തെ ആരാധിച്ചാൽ നീ ആരാധിക്കുന്നത് നിൻ്റെ ഉള്ളിലുള്ളവനെ തന്നെയാണ്. ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:4. ആമേൻ. ഹല്ലേലൂയ. നിൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഉള്ളിലുള്ളവനെ നീ ആരാധിച്ചാൽ ലോകത്തിലുള്ളതെല്ലാം തിന്മയുടെ ശക്തിയെ കീഴടക്കാൻ നിനക്ക് സാധിക്കും. ഉള്ളിലുള്ളവരെ നീ ആരാധിച്ചാൽ ലോകത്തിലുള്ള ഏത് തിന്മയുടെ ശക്തിയും നിന്റെ മുന്നിൽ മുട്ടും മടക്കും. കാരണം നിനക്കൊന്നും അസാധ്യമായിരിക്കത്തില്ല. കാരണം നിൻ്റെ ഉള്ളിലുള്ളവനെ നീ തിരിച്ചറിയാത്തതാണ് ലോകത്തിലുള്ളവൻ നിൻ്റെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള കാരണം.
നിന്റെ ഉള്ളിലുള്ളവനെ നീ തിരിച്ചറിഞ്ഞാൽ ലോകത്തിലുള്ളവൻ നിന്റെ അടുത്ത് വരാൻ ഭയക്കും. നിന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ നീ തിരിച്ചറിയാത്തിടത്തോളം കാലം ലോകത്തിലുള്ളവൻ നിന്നെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഉള്ളിലുള്ളവനെ നീ തിരിച്ചറിഞ്ഞു എന്ന് ലോകത്തിലുള്ളവൻ തിരിച്ചറിഞ്ഞാൽ അവൻ നിന്റെ അടുത്ത് വരാൻ ഭയക്കും. നിന്നെ അവൻ പേടിക്കും. നിന്റെ മുന്നിൽ അവൻ മുട്ടുമടക്കും. നിനക്കൊന്നും അസാധ്യമായിട്ടുണ്ടാവുകയില്ല. കാരണം നിന്നിൽ വസിക്കുന്നവൻ നിന്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ പ്രേരിതനായി നിങ്ങളോട് ഞാൻ പറയുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. മറിച്ച് ദൈവം ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ച് വിവേകപൂർവം ചിന്തിക്കുവിൻ. പൗലോസ്ലീഹായുടെ പ്രബോധനങ്ങൾ നമ്മൾ വായിച്ചാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ അധരത്തിൽ നിന്ന് വരുന്നതല്ല. പൗലോസ്ലീഹ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലും എല്ലാത്തിനുമുള്ള പൗലോസ്ലീഹ നമുക്ക് തന്നിരിക്കുന്ന പ്രബോധനങ്ങൾ. കാരണം പൗലോസ്ലീഹയുടെ പ്രബോധനങ്ങൾ, വിജാതീയരുടെ അപ്പോസ്തലൻ എന്ന് വിളിക്കപ്പെട്ട പൗലോസ്ലീഹ യഹൂദരോട് കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ കാര്യങ്ങൾ, പൗലോസ്ലീഹ അവരെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ഉൾസന്ദേശം എടുത്ത് വായിച്ചാൽ മുഴുവൻ സുവിശേഷങ്ങൾ തന്നെ അതിനകത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുഴുവൻ സുവിശേഷങ്ങളുണ്ട് അതിനകത്ത്. പൗലോസ്ലീഹയുടെ ഓരോ വാക്കിനകത്തുമുണ്ട്. ഇവിടെ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഉള്ളതിലധികം മേന്മ ഭാവിക്കരുത്. ഉണ്ട് എന്നുണ്ടെങ്കിലേ മേന്മ ഉള്ളൂ. അപ്പോൾ ഉള്ളതിൽ അധികം മേന്മ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ തലമുണ്ട്. നിൻ്റെ പ്രാർത്ഥനയുടെ ഒരു തലമുണ്ട്, ഒരു അവസ്ഥയുണ്ട്, ഒരു അളവുണ്ട്. അതിനപ്പുറത്തേക്കുള്ളതിലേക്ക് നമ്മൾ ചിന്തിക്കരുത്. അതിനപ്പുറത്തേക്കുള്ളതിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്. മേന്മ ഭാവിക്കുക എന്ന് പറയുമ്പോൾ പ്രവേശിക്കുക. നമ്മളുടെ കഴിവിനപ്പുറം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കഴിവിനപ്പുറത്തേക്ക്, നമ്മുടെ പ്രാർത്ഥനയുടെ അഭിഷേകത്തിൻ്റെ തലത്തിനപ്പുറത്തേക്ക് നമ്മൾ മേന്മ ഭാവിക്കരുത്. എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഒന്നിനെ എനിക്ക് പേടിയില്ല. മേന്മ ഭാവിക്കലാണ് സാത്താൻ നമ്മളെ തകർത്ത് തരിപ്പണമാക്കാനേ ഇടവരുത്തുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ തലം നമ്മൾക്ക് എപ്പോഴും അത് ബോധ്യമുണ്ടാകണം. എനിക്ക് ഇതുവരെയാണ് എൻ്റെ ലെവൽ എന്നുള്ളത്. ആ ലെവല് അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യാം. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ മുന്നിൽ പിന്നെ വരുന്നതെല്ലാം അത്തരത്തിലുള്ള വ്യക്തികളും സാഹചര്യങ്ങളും ജീവിത പശ്ചാത്തലങ്ങളും ഒക്കെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു സഹനം സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സഹനത്തിൽ നിന്ന് നിങ്ങൾ ആ സഹനത്തിന് പെറുപെറുപ്പില്ലാതെ സഹിക്കുന്നുണ്ടോ? ഈ സഹനം ഒരു കാലഘട്ടത്തിലേക്കായിട്ട് ചുരുങ്ങുന്നത്, നീണ്ടുപോവില്ല. അതാണ് സഹനത്തിൻ്റെ പ്രത്യേകത. സഹനത്തെ പിറുപിറുക്കുമ്പോഴാണ് അത് നീണ്ടുപോകത്തുള്ളൂ. സഹനത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ സാത്താൻ, ആ സഹനത്തിലുള്ള സാത്താൻ ആ സഹനത്തെ വിട്ടുമാറും. ആ സഹനത്തിൻ്റെ കാലയളവ് ദൈവത്തിന് ചുരുക്കാൻ പറ്റും. നമ്മൾ ഈ സഹനത്തെ പ്രതി കണ്ണുനീരൊഴുക്കുന്നിടത്ത്, ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കണ്ണുനീര് കാണുന്നത് സാത്താനാണ്, ദൈവം കാണുന്നതിനോടൊപ്പം. അപ്പോൾ ഒരു സഹനം എൻ്റെ കുടുംബത്തിൽ പ്രശ്നമാണ്, ഇതൊരു സഹനമാണ് എനിക്ക്. അപ്പോൾ ഈ കുടുംബത്തിലെ പ്രശ്നമാകുന്ന സഹനത്തെ പ്രതി ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ആയുഷ്കാലം മുഴുവൻ. ഈ കണ്ണുനീരൊഴുക്കുമ്പോൾ ഈ സഹനം ഒരിക്കലും നിങ്ങളെ വിട്ടുമാറില്ല. കാരണം എന്താ? ആ സഹനം കാണുന്ന, നിൻ്റെ കണ്ണുനീര് കാണുന്ന സാത്താൻ ഈ സഹനത്തിൻ്റെ മാറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് ഈ സഹനം ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുക. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹനത്തെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെച്ചാൽ സാത്താന് പിന്നെ ആ സഹനത്തിൽ ഇരിക്കാൻ പറ്റില്ല. ആ സഹനത്തെ വിട്ടവന് പുറത്താകേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ചിന്തിക്കില്ല. പക്ഷേ നിങ്ങൾ ഓരോ സഹനവും, ഓരോ രോഗങ്ങളും, ഓരോ കണ്ണുനീരും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കും എന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ സഹനം, ആ വേദനയിൽ ഇരിക്കുന്ന സാത്താന് അതിൽ പിന്നെ നിലനിൽക്കാൻ പറ്റില്ല. അത് അതിനെ വിട്ടുപോകും. അതിനെ വിട്ടുപോകുമ്പോൾ ആ സഹനത്തിൻ്റെ കാലയളവ് പെട്ടെന്ന് ചുരുങ്ങും.
കർത്താവിനതിനെ ചുരുക്കാൻ പറ്റും. കാരണം അതിനകത്ത് ഒരു ഈവിളിൻ്റെ കണ്ടന്റ് ഇല്ല, ഒരു ഈവിൾ സ്പിരിറ്റ് ഇല്ല. അതിനകത്തുള്ളത് ദൈവിക സഹനമായിട്ട് ആ സഹനത്തെ മാറ്റാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങളുടെ പാപമൂലം വന്ന സഹനമാണെങ്കിൽ പോലും നിങ്ങൾക്കത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. ഒരു കാലത്ത് ഞാൻ തികഞ്ഞ മദ്യപാനിയായിരുന്നു, പിന്നീട് കാലത്ത് ഞാൻ നവീകരണത്തിലേക്ക് വന്ന് മദ്യപാനം വിട്ടു. ആ മദ്യപാനം വിട്ട് നവീകരണത്തിലേക്ക് വന്നപ്പോൾ ദൈവം എനിക്ക് സഹനം തന്നിട്ടുണ്ടെങ്കിൽ ആ സഹനത്തെ എനിക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇത്തരത്തിൽ നമ്മുടെ പാപത്തിൻ്റെ വിഹിതം നമ്മുടെ ജീവിതത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ വിഹിതം എന്നുള്ള തലത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വിഹിതമാക്കി അത് മാറ്റിയാൽ അതിൽ നിന്ന് കൃപ നിങ്ങളിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ട് ഈശോ പറയുന്നത് ഉള്ളതിലധികം മേന്മ ഭാവിക്കരുത്. നിങ്ങൾക്ക് ഇല്ലാത്ത സഹനം ഉണ്ടെന്ന് പറയാനും പാടില്ല. ഇല്ലാത്ത സഹനം ഉണ്ടെന്ന് മറ്റൊരാളോട് പറയല്ലേ. തൊട്ടടുത്ത സെക്കൻഡിൽ അത് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവും. ആ സഹനം നിങ്ങൾ എന്തുണ്ടെന്ന് പറയുന്നുവോ, ഇല്ലാത്തത് എന്തുണ്ടെന്ന് പറയുന്നുവോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഉറപ്പാണ്. നമുക്കുള്ളത് തന്നെ പറയണമെന്നില്ല. സഹനം പറയേണ്ടത് ദൈവത്തോട് മാത്രം ആയിരിക്കട്ടെ. ഒരു വ്യക്തികളോടും നിങ്ങളുടെ സഹനത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കരുത്. ദുരിതം മാറില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് നല്ല സഹനമാണ്, എൻ്റെ മുന്നിലൊരു വ്യക്തി വന്ന് നിൽക്കുക, അവനിൽ നല്ല പാപമുണ്ട്. ഈ പാപമുള്ള വ്യക്തിയോടാണ് ഞാൻ എൻ്റെ സഹനം കൊണ്ടുപോയി വിളമ്പുന്നതെങ്കിൽ അവനിലുള്ള പാപത്തിന് കാരണമായിട്ടുള്ള അരൂപിയും എൻ്റെ ഈ വിളമ്പുന്ന സഹനത്തെ കേൾക്കാനുണ്ട്. ആ അരൂപി എൻ്റെ മുന്നിലിരുന്ന് അഭിനയിക്കും, അയ്യോ അങ്ങനെ വന്നല്ലേ എന്ന് ചോദിച്ചാലും അത് പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് ചാർജ് എടുത്തുകൊണ്ട് ഇതിനെ കൂട്ടിത്തരും. അതുകൊണ്ട് നിങ്ങളുടെ സഹനത്തെ നിങ്ങൾ ദൈവത്തിന് കാഴ്ചവെക്കുക, അത് ബലിയായി കാഴ്ചവെക്കുക. കർത്താവേ, ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു, നിനക്കിഷ്ടമുള്ളവർക്ക് കൃപയായിട്ട് നീ ഇത് കൊടുത്തോ, നിനക്കിഷ്ടമുള്ളവർക്ക് രോഗസൗഖ്യമായിട്ട് നീ ഇത് കൊടുത്തോ, നിനക്കിഷ്ടമുള്ളവർക്ക് മാനസാന്തരമായിട്ട് നീ ഇത് കൊടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹനങ്ങൾ കൊട്ടിഘോഷിക്കരുത് ദൈവത്തിന് മുൻപിൽ, മറ്റുള്ളവരുടെ മുൻപിൽ. ഒരു വ്യക്തിയുടെ മുൻപിലും നിങ്ങളുടെ നന്മയും സഹനങ്ങളും കൊട്ടിഘോഷിക്കരുത്. വിശേഷങ്ങളെ പറയാം, വിശേഷങ്ങൾ പറയാം, സഹനങ്ങൾ പറയരുത്. ദുരിതം കൂടുകയുള്ളൂ, കുറയില്ല. ദൈവത്തോടോ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നവരോടോ പറഞ്ഞാൽ അത് ജെന്യുവിനാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അവിടെ നിങ്ങളുടെ സഹനത്തിന് ആ ഒരു ഉത്തരവും അവിടെ ഒരു പ്രാർത്ഥനയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാത്തൊരു വ്യക്തിയോട് ഇങ്ങനെയാണ് കുറേ നാളായി ഇത് പറയണ്ട, ഒന്നും കിട്ടാനുമില്ല, അതിൽ നിന്ന് ഒരാശ്വാസവും കിട്ടില്ല എന്ന് മാത്രമല്ല അവിടെ നിന്ന് പോണ വഴിക്ക് ഒരു പട്ടിയെങ്കിലും കടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയേ ഉള്ളൂ. ചില വ്യക്തികളോട് നിങ്ങൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്ത് നോക്കിക്കോ, ഒരു ഫോൺ കോളിലൂടെയെങ്കിലും ഒരു ദുരിതം കയറി വരും, ഉറപ്പാണ്. എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്. എല്ലാം തുറന്ന് പറയുന്ന മനസ്സിൽ ദൈവം വസിക്കില്ല. കുറേയൊക്കെ നമ്മളിങ്ങനെ വിഴുങ്ങിക്കളയണം പ്രിയപ്പെട്ടവരെ. വിഴുങ്ങുമ്പോൾ ഉള്ളിൽ സ്വീകരിക്കാൻ തമ്പുരാൻ ഇരിപ്പുണ്ട്, വിഴുങ്ങാത്തതിനെ സ്വീകരിക്കാൻ പിശാചിരിപ്പുണ്ട്. തുപ്പിക്കളയുന്നതിനെയൊക്കെ പിശാചും വിഴുങ്ങുന്നതിനെയൊക്കെ തമ്പുരാനും സ്വീകരിക്കും. പരിശുദ്ധ അമ്മ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. കാരണം പരിശുദ്ധമ്മയുടെ ഉള്ളിൽ പരിശുദ്ധ തൃത്വം ഉള്ളതുകൊണ്ട് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചപ്പോൾ അതെല്ലാം പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. നമ്മളിങ്ങനെ ഛർദ്ദിക്കാൻ നിൽക്കുന്നതിനെ സ്വീകരിക്കാൻ സാത്താൻ പുറത്തുണ്ട്. ലോകാരൂപിയിലേക്കെല്ലാം ഛർദ്ദിച്ചിട്ട് കൊടുക്കരുത്, വിഴുങ്ങണം. കുറേയൊക്കെ വിഴുങ്ങാൻ പഠിച്ചാൽ വിഴുങ്ങുമ്പോൾ സ്വീകരിക്കാൻ തൃത്വമുണ്ട് ഉള്ളിൽ. വിഴുങ്ങിയില്ലെങ്കിൽ അത് തുപ്പിക്കളയാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ പുറമേ ഇരിക്കുന്ന പിശാച് അത് സ്വീകരിക്കും. വെറുതെ പോകത്തൊന്നുമില്ല. ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമേ, നിന്നിലേക്ക് ഞാൻ എൻ്റെ സഹനത്തെ കാഴ്ചവെക്കുന്നു. വിഴുങ്ങല. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമേ, നിന്നിലേക്ക് ഞാൻ എൻ്റെ സഹനത്തെ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് വിഴുങ്ങുക. പ്രിയപ്പെട്ട ദൈവജനമേ, സന്തോഷവും സമാധാനവും കിട്ടാനായിട്ട് വിളമ്പരുത്. ഒരാളോടും ചെന്ന് ഒന്നും വിളമ്പരുത്. നീ വിളമ്പുന്നവൻ മറ്റ് പലരോടും അത് വിളമ്പും. മഞ്ഞപ്പത്രത്തോടായിരിക്കും ചിലപ്പോൾ ചെന്ന് പറയണത്. അതിങ്ങനെ കൊട്ടിഘോഷിക്കാൻ പറ്റിയതാ. അത് അടുത്ത ആളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ മേമ്പൊടി ചേർത്തേ പറയുള്ളൂ. അത് പിന്നെയുള്ള ആളിലേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടെ മേമ്പൊടി ചേർക്കും. അവസാനം നീ എന്ന് പറയുന്നവൻ വ്യഭിചാരിയോ കൊലപാതകിയോ ആ ഒരവസ്ഥയിലേക്കായിരിക്കും ലോകദൃഷ്ടിയിൽ ചെന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇതൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല. നീ പറയുന്ന സഹനം കേൾക്കുന്നവൻ മറ്റൊരു വ്യക്തിയുമായിട്ട് അത് ചർച്ചയ്ക്ക് വയ്ക്കും. അവൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കും അവൻ ഈ ഗതി വന്നത്. ചർച്ച നടക്കുക. അവൻ അങ്ങനെ ചെയ്തിട്ടായിരിക്കില്ല അവൻ ആ ഗതി വന്നത്. പക്ഷേ നീ ഒരാളോട് ഇത് ഷെയർ ചെയ്താൽ അത് മറ്റൊരു വ്യക്തിയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അത് ചർച്ചയായിട്ടേ എത്തുള്ളൂ. ചർച്ചയിൽ പല കാര്യങ്ങളും അവർ ചർച്ച ചെയ്യും. ഇങ്ങനെ ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അതല്ലെങ്കിൽ അവൻ്റെ അപ്പൻ അങ്ങനെ, അവൻ്റെ അമ്മ ഇങ്ങനെ, അവൻ്റെ പെങ്ങളെ പറ്റി പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു ചർച്ച നടക്കും പ്രിയപ്പെട്ടവരെ. നിങ്ങളായിരിക്കും ചർച്ചയിലുള്ള കഥാപാത്രം. അവസാനം ഭിത്തിയിൽ ഫോട്ടോ ആയിട്ട് മാലയും തൂക്കിയിട്ടിട്ടുണ്ടാവും. അതുവരെ ഈ ചർച്ച നടക്കും. എന്തിനാ നിങ്ങൾ ചർച്ചയ്ക്കുള്ള വിഹിതമായിട്ട് മറ്റുള്ളവർക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നത്? നിന്റെ സഹനം നിന്റെ ഉള്ളിൽ വസിക്കുന്ന തൃത്വത്തിന് ഇട്ട് കൊടുക്കുക. അവൻ അതൊന്ന് പ്രോഗ്രാം ചെയ്ത് ചാർട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് നിന്നെ പുതിയൊരു സൃഷ്ടിയാക്കി അവന് മാറ്റാനായിട്ട് ഏതാനും നിമിഷങ്ങൾ മതി. നിന്റെ ദൈവത്തിന് പരിശുദ്ധമ്മ ചെയ്തില്ലേ? എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ആ സംഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൽ സംഗ്രഹിക്കണം എന്തുമായിട്ട്? തൃത്വവുമായിട്ട്, ത്രിയേക ദൈവവുമായിട്ട് നിന്നെ തന്നെ നീ ചേർത്ത് വെച്ച് വായിച്ചാൽ പ്രിയമുള്ള ദൈവജനമേ, സാത്താൻ്റെ സകല കിട്ടും നിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടും. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ, പരിശുദ്ധാത്മാഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഉള്ളതിൽ അധികം മേന്മ ഭാവിക്കരുത്. ഇല്ലാത്ത സഹനമുണ്ടെന്ന് പറഞ്ഞാൽ അത് പുറകെ വരും. ഉള്ള സഹനം ഇല്ലെന്ന് പറഞ്ഞാലും ദുരിതമാണ്. അതുകൊണ്ട് ഒന്നും മിണ്ടണ്ട. നിങ്ങളുടെ പ്രാർത്ഥന എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളതും മറ്റൊരാൾ അറിയാൻ പാടില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു? ഞാനൊരു ദിവസം 10 വന്നു, ഞാൻ ഒരു 25 വന്നു, ഞാൻ 50, ഇങ്ങനെ പോയത് അവസാനം ഇങ്ങനെ കിടക്കും. അതങ്ങനെ പോയി അങ്ങനെ തന്നെ കിടക്കും. ഒന്നും ഉണ്ടാവില്ല അവസാനം. ഞാൻ എത്ര ചെല്ലുന്നു പോകും, അത് ചെല്ലിയാൽ മതി. കർത്താവ് പറയുന്നുണ്ട്. ഇതിങ്ങനെ വിരിച്ച് അവസാനം ഇങ്ങനെ തന്നെ കിടക്കുന്നതാണ്. ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അത് വെറുതെ പറയുന്നതാണ്. നമ്മൾ വിചാരിക്കുക പറയുന്ന കേട്ടിട്ട് നമ്മൾ അവരെ വിശ്വസിക്കരുത്. നിങ്ങളും പറയരുത്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ അളവ് നിങ്ങളുടെ കർത്താവിനെ ബോധിപ്പിച്ചാൽ മതി. മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രം നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. ഞാൻ ഇത്ര പ്രാർത്ഥിക്കുമെന്ന് നീ പറഞ്ഞാൽ നീ പറയുന്നത് കേൾക്കുന്നത് വിശ്വാസമുണ്ട്. അത് കുറയ്ക്കാൻ അവൻ ശ്രമിക്കും. നിൻ്റെ അതിരത്തിൽ നിന്ന് പുറത്തു വരാത്തതൊന്നും സാത്താന് പിടികിട്ടില്ല. നിൻ്റെ ഹൃദയത്തിലുള്ളതൊന്നും സാത്താന് പിടികിട്ടില്ല. നീ മനസ്സിൽ വിചാരിച്ചതൊന്നും സാത്താന് പിടികിട്ടില്ല. നീ അടുത്തത് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അവനറിയില്ല. നീ അത് പറഞ്ഞാൽ അവനതറിയും, അവനത് ബ്ലോക്ക് ചെയ്യും. നാളെ നീ കാനഡയിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നീ ഇതാരോടും പറയരുത്. ആ ശ്രമം പാഴായിപ്പോവും. ആ ജോലി കിട്ടില്ല, ആ വിദ്യാഭ്യാസം പൂർത്തിയാവില്ല. നീ നാളെ ഉപവസിക്കാൻ പോകുമെന്ന് നീ പറയരുത്. മുടിഞ്ഞ വിശപ്പായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയരുത്. നാളെ ഞാൻ ജാഗരണം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകും. 8 തൊട്ട് 10 വരെ, രാത്രി 8 തൊട്ട് വെളുക്കുമ്പോൾ 10 വരെ, അല്ലെങ്കിൽ നേരം വെളുത്ത് 10 മണി വരെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോകും. തീരുമാനം എടുത്ത് 8 മണിക്ക് കിടന്നുറങ്ങും. അല്ലെങ്കിൽ 10 മണിക്കാർക്ക് ഉറക്കം വരുന്നത് 8 മണിക്ക് ഉറക്കം വരും. നല്ല ഉറക്കം കിട്ടണമെങ്കിൽ രാത്രി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്നൊരു തീരുമാനം എടുത്താൽ മതി. നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഈശോയെ, നാളെ രാത്രി ഞാൻ സുഖമായിട്ട് നിൻ്റെ മുന്നിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനം എടുക്കുകയാണ്. നാളെ ഞാൻ 10 ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞോ? സുഖനിദ്രയാ. ഇതുപോലൊരു നിദ്ര ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും കിട്ടില്ല. അതുപോലെ ആരോടെങ്കിലും പറയണം. മനസ്സിന് തീരുമാനം എടുക്കരുത്, ഒന്നും നടക്കില്ല. നിങ്ങളത് ആരോടെങ്കിലും പറ. ഒരു ടാബ്ലറ്റ് കൊടുക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങണത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നും ചെയ്യേണ്ടി വരില്ല. വിശപ്പിന് ഒരു ഗുളിക കഴിക്കേണ്ട, ഉപവാസം എടുക്കാൻ തീരുമാനം എടുത്താൽ മതി. വിശപ്പില്ലേ, ഞാൻ നാളെ ഉപവസിക്കാൻ പോവുകയാണെന്ന് ആരോടെങ്കിലൊക്കെ നിങ്ങൾ പറ. നല്ല വിശപ്പ് കിട്ടും. അങ്ങനെയാ ജീവിതത്തിൻ്റെ ദൈവം പഠിപ്പിച്ച പല അനുഭവങ്ങൾ കൊണ്ട് പറയുക. ഞാൻ 1 വർഷത്തെ ഉപവാസം എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ, പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് 1 വർഷം നിന്നു. ഈ 1 വർഷം പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് നിന്നപ്പോൾ പലരും ചോദിച്ചു, ഇങ്ങനെ അറിഞ്ഞ് ഓരോരുത്തരും വന്ന് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിൽക്കാൻ പറ്റണം. അപ്പം ഞാൻ വലിയ ഭാവത്തിലാണ് പറഞ്ഞു കൊടുത്തത്. ഇത് എങ്ങനെയാ? പിറ്റേ ദിവസം പ്രിയപ്പെട്ടവർ, വിശപ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിന്ന് എരിവിരി കൊള്ളുക, പൊളയാടുന്ന. ഞാൻ എന്തെടുത്തിട്ട് തിന്നും എൻ്റെ ഈശോയെ? എങ്ങനെ തിന്നും? പറഞ്ഞു പോകരുത്, പറയരുത്. പക്ഷെ നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഇത് നല്ലൊരു ഐഡിയ.
ആരെങ്കിലും വിളിച്ച് പറഞ്ഞു ഞാൻ നാളെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ രാത്രി ഇരിക്കാൻ പോവാന്ന് ആരോടെങ്കിലും ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി. എന്നിട്ട് നോക്കണം പിശാച് കേട്ടോ ഒന്ന് നോക്കിയിട്ട്, പിശാച് കേട്ടില്ലേ ഞാൻ നാളെ പിശാച് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഉറക്കം തന്നോളും, തരും. അതങ്ങനെയാണ് അതിൻ്റെ രീതി. അതാ നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. വെറുതെ എന്തിനാ? മനസ്സിൽ തീരുമാനമെടുത്താൽ ചെയ്യേണ്ടി വരും, ചെയ്യിപ്പിക്കും. കാരണം ഉള്ളിലുള്ളവൻ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും, പുറത്തുള്ളവൻ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. നീ പറയുന്നതിൻ്റെ വിപരീതമേ പുറത്തുള്ളവൻ ചിന്തിക്കുള്ളൂ. അവൻ അങ്ങനെയാ, അവൻ്റെ കുശാഗ്ര ബുദ്ധിയാ. നീ പറയുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ് അവൻ്റെ വിചാരം. നീ പറയുന്നതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണെന്നാണ് അവൻ്റെ വിചാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ട് നീ എന്ത് കൊട്ടിഘോഷിക്കുന്നുവോ അതിൻ്റെ എതിർഭാഗമാണ് അവൻ നിനക്ക് തരുള്ളൂ. നീ എന്ത് കൊട്ടിഘോഷിക്കുന്നുവോ അതിൻ്റെ എതിർഭാഗം ചാർജ് എടുത്തുകൊണ്ടിരിക്കും നിൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെ ഇത് ആരോടും പറയാതെയുള്ള നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, അതുപോലൊരു വീർപ്പുമുട്ട് വേറെ ഉണ്ടാവുകയില്ല. ഇതിങ്ങനെ ഇരുന്ന് പ്രസവവേദന അനുഭവിക്കുന്ന പോലെ ചിലർക്ക് എന്നും പറഞ്ഞാണ് പുറത്തേക്ക് പോണത്. കാരണം ഇത് പറഞ്ഞ് ശീലിച്ചു പോയി. നാക്കിന് റെസ്റ്റ് ഇല്ലാത്തവരുണ്ട്, നാക്കിന് എല്ലില്ലാത്തതുങ്ങളുണ്ട്. ഇതിങ്ങനെ കൊട്ടിഘോഷിച്ചാലേ തൃപ്തി കിട്ടുള്ളൂ. ഒരു ഏമ്പക്കവും കൂടി വിടും അതിനോടൊപ്പം. കാരണം ഒരാശ്വാസം, ഒരിരുത്തം വന്നു, ഒരിരുത്തം കിട്ടി. കാരണം എന്താ? അവിടെ പോയപ്പോൾ ഒരു ആശ്വാസം. അത് ആശ്വാസമല്ല, അത് ദുരിതമാണ്. നമ്മളറിയണില്ലത്, അത് ദുരിതമാണ്. നമ്മളെ നശിപ്പിച്ചെടുക്കും. നിങ്ങളിൽ ഉള്ളതിനേക്കാൾ അധികം മേന്മ ഭാവിച്ചാൽ സാത്താനുണ്ട് അതെവിടം വരെ പോകുന്നു നോക്കാൻ. പ്രിയപ്പെട്ട, നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് അവൻ. ഒരകലം പാലിച്ചെന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ പിശാച് എന്നേക്കുമായിട്ട് അവിടെ നിന്ന് ഓടി അകലുകയല്ല, അകലം പാലിക്കുവൻ. അടുത്ത് നിൽക്കില്ല, അത്രയും ക്ലോസ് ആവില്ല എന്ന് വെച്ചിട്ട് വരാതെ ഒന്നിരിക്കില്ല. നിങ്ങളിപ്പോൾ ഈ ധ്യാനത്തിൽ നിന്ന് വിട്ട് നിങ്ങളെടുത്ത തീരുമാനം, നിങ്ങൾ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ മനസ്സിലെടുത്ത കുറേ പേര് ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ആ തീരുമാനം എടുത്തിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടോ നിങ്ങൾ എടുത്ത തീരുമാനം അവസാനം വരെ നിൽക്കുമെന്ന്? ഇല്ല. അതിനെ ബ്രേക്ക് ചെയ്യിക്കാനുള്ള അരൂപിയും നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 10 കൽപ്പന മോശയ്ക്ക് കൊടുത്തപ്പോൾ 10 കൽപ്പനയെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള അരൂപിയും ചാർജ് എടുത്തു ആ കൽപ്പനയോടൊപ്പം തന്നെ. അതുകൊണ്ട് ദൈവം എന്ത് തന്നിട്ടുണ്ടോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് പിശാച് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്ത അവസ്ഥയല്ല, യുദ്ധം ഈക്വലായിട്ട് അത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ യുദ്ധത്തിൽ നല്ല ആയുധങ്ങൾ കയ്യിലില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. നല്ല ആയുധങ്ങൾ, നല്ല വെപ്പൺ, സ്പിരിച്വൽ വെപ്പൺ നമ്മുടെ കയ്യിലില്ലെങ്കിൽ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടും. ജപമാല ഏറ്റവും ബെസ്റ്റ് ആയുധമാണ്. ജപമാലയാണ് ഏതൊരു യുദ്ധത്തിനും ഏറ്റവും നല്ല ആയുധം. ഏറ്റവും നല്ല ചാട്ടവാറാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല. പരിശുദ്ധ മറിയം നമുക്ക് തന്നിരിക്കുന്ന, വിശുദ്ധ ഡൊമിനിക്കിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ജപമാല ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കുന്ന ഒരു ഒരു ബ്രിഡ്ജാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു തൂക്കുപാലമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാല. അതിലൂടെ നടക്കണമെങ്കിൽ ആ ഒരു പ്രാക്ടീസ് കിട്ടാതെ ആ തൂക്കുപാലത്തിലൂടെ നടക്കാൻ നമുക്ക് പറ്റില്ല. ഇതിങ്ങനെ ആടി ആടി നിൽക്കുമ്പോൾ അതിൻ്റെ ഓരോ പടികളിലും ചവിട്ടി നടക്കാൻ നല്ല പ്രാക്ടീസ് വേണം. അതാണ് ജപമാല. ഇതേ ജപമാല സാത്താനെതിരെ പ്രയോഗിക്കാവുന്ന ചമ്മട്ടിയും ചാട്ടവാറുമാണ്. ഈ ജപമാല കൊണ്ടടിച്ചാൽ ഏത് സാത്താൻ്റെ ശക്തിയും പുറത്തു വരും. ഈ ജപമാല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, ഈ ജപമാല വലിയൊരു ആയുധമായിട്ട് മാറണമെങ്കിൽ അത് കഴുത്തിലല്ല ഇടേണ്ടത്, കയ്യിലാണ് പിടിക്കേണ്ടത്. ജപമാല കഴുത്തിലിട്ട് അതെന്നും മാലയായി തന്നെ കിടക്കും. ജപമണികൾ അതിനകത്തുണ്ടാവില്ല. മാലയല്ല ജപം. അതുകൊണ്ട് അത് കരങ്ങളിൽ നിങ്ങൾ പിടിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ. അമ്മേ മാതാവേ, ഓരോ ജപമാല ചെല്ലുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, നിന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ നീ എന്നെ പഠിപ്പിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, ജപമാല പ്രാർത്ഥനയിൽ അഭിഷേകം നിറയും. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് 4 രഹസ്യങ്ങൾ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ ഒരു മുഴുവൻ ബൈബിളാണ് നിങ്ങൾ വായിച്ച് തീർക്കുന്നത്. ഈ 4 രഹസ്യങ്ങളിലൂടെ നിങ്ങളുടെ ആരാധനകൾ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ മറിയം വഴി നമ്മൾ സമർപ്പിച്ചാൽ സമർപ്പിക്കപ്പെട്ട നിയോഗങ്ങളൊന്നും തള്ളിക്കളയപ്പെടുകയില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുത്തുക. അപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞിരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശങ്ങൾ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, മാതൃഭക്തനാണല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഞാനിങ്ങനെ നമ്മളെന്തോ ഒരു സംഭവമായിട്ട് മാറുകയാണല്ലോ, നമ്മളെ പൊക്കി പറയാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. അല്ല, മാതൃഭക്തനാണല്ലേ? അതെ. അമ്മയോട് വളരെയധികം ഭക്തിയുണ്ടല്ലേ? ഉണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുമല്ലേ അമ്മയോട്? ഉണ്ട്. അത് ചെയ്യുമല്ലേ? അതെ. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് അമ്മ പറയുകയാണ്, കന്യാസ്ത്രീ അമ്മ പറയുകയാണ്, ബ്രദർ, പരിശുദ്ധ മറിയത്തിൻ്റെ നീല അങ്കിയുണ്ടല്ലോ? ഉണ്ട്. അങ്കി ഞാൻ നോക്കുമ്പോൾ കാണുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ നീല അങ്കി ഇങ്ങനെ പുതച്ചമ്മ നിൽക്കുമ്പോൾ ആ നീല തുണിയിൽ നിന്ന്, നീല കാപ്പയിൽ നിന്നൊരു 3-4 നൂലിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഒരു നൂലിലേ പിടിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീല അങ്കിയിൽ പിടിച്ചെന്ന് പറയുന്നില്ല, ആ നൂല് അങ്കിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കുന്ന നൂലിൽ ഒരു നൂലിൽ ബ്രദർ പിടിച്ചിട്ടുള്ളൂ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാണം കെട്ടുപോയി, നാണം കെട്ടുപോയി. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുമ്പോൾ വരെ വേറൊരു മനുഷ്യനെ ഞാൻ വിളിക്കാറില്ല. എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നൊരു 1000 തവണയെങ്കിലും ഒരു ദിവസം പറയാറുണ്ട്. കയ്യിൽ നിന്ന് കൊന്ത മാറ്റിയ ചരിത്രമില്ല. ജപമാല ചെല്ലാത്തൊരു മണിക്കൂറില്ല. 24 മണിക്കൂറിൽ ഒരു ജപമാല 1 മണിക്കൂറിലെങ്കിലും പോയിട്ടുണ്ടാവും. 1 മണിക്കൂറിൽ ഒരു ജപമാല ചെല്ലിയാൽ മതി. കൂടുതലൊന്നും നിങ്ങളൊരു ദിവസം ചെല്ലരുത്. 1 മണിക്കൂറിൽ ഒരു ജപമാലയെങ്കിലും ചെല്ലിയാൽ മതി. അതിൽ കൂടുതൽ നിങ്ങളൊരു ദിവസം ജപമാല ചെല്ലരുത് പ്രിയപ്പെട്ടവരെ, മോശമാണ്. 24 മണിക്കൂറില്ലേ, അതിൽ കൂടുതലൊന്നും നിങ്ങൾ ചെല്ലരുത്. ഒരു ദിവസം 1 മണിക്കൂറിൽ ഒരു ജപമാല വെച്ച് മാതാവിന് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഈസിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ലോകത്തിൻ്റെ അരൂപി ഒന്ന് മാറ്റിവെച്ചാൽ 24 മണിക്കൂറിൽ 24 ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ദശാംശം വെച്ച് കർത്താവിന് കൊടുക്കാൻ നമുക്ക് പറ്റും. ആമേൻ, ഹല്ലേലൂയ. 24 മണിക്കൂറിൻ്റെ ദശാംശം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും 1 മണിക്കൂറിൻ്റെ ദശാംശം വെച്ച് ദൈവത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പകൽ ഉറക്കമുണർന്ന് നിൽക്കുന്ന 1 മണിക്കൂർ ഒരു രാത്രിയിൽ നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ജപമാല അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റും. പകൽ 8 മണിക്കൂർ നിങ്ങൾ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറിൽ 15 മിനിറ്റ് വെച്ച് ആ അധ്വാനത്തിൽ നിങ്ങൾ മോഷ്ടിച്ചു മാറ്റി പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്താൽ അമ്മ നിങ്ങളെ മാനിക്കും. ഇത്തരത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ 1 മണിക്കൂറിൽ ഒരു കൊന്ത വെച്ച് ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ തീരുമാനമെടുത്താലും നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മളോട് പറയും, പരിശുദ്ധ അമ്മയുടെ നീലങ്കിയുടെ ഒരു നാലിലാണ് നീ പിടിച്ചിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയുടെ നീലങ്കിയിൽ നിന്ന് പുറപ്പെട്ട ഒരു നാരിൽ മാത്രം പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന പാപിയായ ഞാൻ, പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മളെങ്ങും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചാലും എത്രത്തോളം ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് പുറപ്പെട്ടാലും നമ്മളൊന്നുമല്ല. നമ്മളിൽ നിന്നൊന്നും പുറപ്പെട്ടിട്ടില്ല, നമ്മളൊന്നും ആയിട്ടില്ല. നമ്മൾ ചിന്തിക്കും ഒരു കൊന്ത എല്ലിക്കഴിയുമ്പോൾ ഞാനെന്തോ വലിയൊരു സംഭവമാണെന്ന്. ഒന്നും ആയിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഒരു ജപമാലയിൽ 59 മണി ഉണ്ടെങ്കിൽ 59 മണിയിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ 1 മണി മാത്രമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധയോടെ ചെല്ലിയത്. അങ്ങനെ നോക്കിയാൽ നിങ്ങളൊരു 10 കൊന്ത ഒരു ദിവസം ചെല്ലിയിട്ടുണ്ടെങ്കിൽ 1 കൊന്ത പോലും ശ്രദ്ധയോടെ അമ്മ സ്വീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ നാരിൽ പോയിട്ട് അതിൻ്റെ ഒരു പ്രകാശ വലയത്തിനകത്ത് പോലും എത്താൻ നമുക്ക് പറ്റുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തസ്രാവക്കാരി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചു. അവൾ സൗഖ്യം പ്രാപിച്ചു. സ്പർശിക്കുന്നത് വിശ്വാസത്തിൻ്റെ തലമാണ്. സ്പർശനം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ആസക്തിയോടെ എനിക്ക് സ്പർശിക്കാം ഒരുവളെ. ആസക്തിയോടെ ഞാൻ സ്പർശിക്കുമ്പോൾ അതിലൊരു വിശ്വാസം എനിക്കുണ്ട്. എന്താ വിശ്വാസം? വ്യഭിചാരം ചെയ്യാം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ആസക്തിയോടെ സ്പർശിക്കുന്നത്. എൻ്റെ സ്പർശനത്തിൽ ഒരാൾക്ക് ഒരു ആശ്വാസവും കിട്ടാം. എൻ്റെ സ്പർശനത്തിൽ ഒരാൾക്ക് വേദനിക്കാം. എൻ്റെ സ്പർശനം ഒരാൾക്കൊരാശ്വാസവും ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയാകണം സ്പർശനമെങ്കിൽ അത് ഞാൻ വിചാരിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ് രക്തസ്രാവക്കാരിയുടെ സ്പർശനം ബാക്കിയുള്ള സ്പർശനങ്ങളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, സ്പർശനത്തിൻ്റെ പല മാനങ്ങളുണ്ടെങ്കിൽ രക്തസ്രാവക്കാരിയുടെ സ്പർശനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്, എൻ്റെ സ്പർശനം മറ്റൊരാൾക്കേ ഗുണം ചെയ്യുള്ളൂ. കാരണം ഞാൻ സ്പർശിക്കുമ്പോൾ അയാൾക്ക് എന്നോട് ആസക്തി തോന്നാം. ഞാൻ സ്പർശിക്കുമ്പോൾ അയാൾക്ക് ഞാൻ സ്പർശിക്കുന്നതനുസരിച്ച് ഞാനൊന്ന് ഹഗ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ആശ്വാസം കിട്ടാം. ഞാൻ സ്പർശിക്കുമ്പോൾ അയാൾക്ക് ഒരു വേദനിക്കാം. ഞാൻ സ്പർശിക്കുമ്പോൾ അയാൾക്ക് അത് മറ്റു പല അസ്വസ്ഥതകൾക്ക് കാരണമാകാം. പക്ഷേ ഞാൻ ഒരാളെ സ്പർശിച്ചപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ കരങ്ങളിൽ നിന്ന് അയാളിലേക്ക് ശക്തി പുറപ്പെടണം. ആമേൻ, ഹല്ലേലൂയ. രക്തസ്രാവക്കാരിയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ശക്തി പുറപ്പെട്ടു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് രക്തസ്രാവക്കാരിയിലേക്ക് ക്രിസ്തുവിൻ്റെ ശക്തി പുറപ്പെട്ടതിനെ കുറിച്ചാണ്. പക്ഷേ ക്രിസ്തുവിൻ്റെ ശക്തി രക്തസ്രാവക്കാരിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് രക്തസ്രാവക്കാരിയിൽ നിന്ന് ക്രിസ്തുവിലേക്ക് ഒരു ശക്തി പുറപ്പെട്ടു. ആ ശക്തിയാണ് വിശ്വാസത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് റിട്ടേൺ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിങ്ങളിൽ നിന്നൊരു ശക്തി ദൈവത്തിലേക്ക് പുറപ്പെടാതെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം നമ്മിലേക്ക് വരികയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ പറയുമ്പോൾ മിനിമം നമ്മുടെ താടി നെഞ്ചിൽ മുട്ടിയിരിക്കണം. അങ്ങനെയാണ് ഹല്ലേലൂയയുടെ ഒരു രീതി. നല്ല ഹല്ലേലൂയ, അതിങ്ങനെ വന്ന് മുട്ടുന്നത് വരെ ഹല്ലേലൂയ. നമ്മുടെ ബ്രദറിനെ വിളിക്കുക. കുറച്ച് പേര് ഇവിടെ ഇരുന്നിട്ട്, ബ്രദർ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുക. കണ്ണടച്ച് പിടിച്ചിട്ടാണ് വിളിക്കണേ. കണ്ണ് തുറന്ന് പിടിച്ച് വിളിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ വരൂല നിങ്ങളുടെ കൂടെ. കണ്ണടച്ച് പിടിച്ച് എന്നെ വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാനായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ട്? നിങ്ങൾ കണ്ണ് തുറന്ന് വിളിക്കേ. ബ്രദർ വാന്നും പറഞ്ഞിരിക്കുക. എത്ര പേരാണെന്നറിയോ എന്നെ വിളിക്കണം ഇവിടെ ഇരുന്നിട്ട്? ധ്യാനത്തിൻ്റെ അവസാന ദിവസവും എനിക്കുള്ള ഇൻവിറ്റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുക. അതിനോടത്ത് അവസാന ദിവസമെങ്കിലും കുറച്ച് മര്യാദ കാണിക്കുമെന്ന് വിചാരിച്ചു. അവസാന ദിവസവും ബ്രദർ വാന്നും പറഞ്ഞിരിക്കുക ഇവിടെ എല്ലാവരും. പ്രിയപ്പെട്ട ദൈവജനമേ, ഇങ്ങനെ നിങ്ങൾ എന്നെ വിളിക്കരുത്. ഞാൻ കൂടെ പോരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നമ്മിൽ നിന്ന് കർത്താവിലേക്കൊരു ശക്തി പുറപ്പെടണം. നമ്മിൽ നിന്ന് കർത്താവിലേക്ക് വിശ്വാസത്തിൻ്റെ ശക്തി പുറപ്പെട്ടാലാണ് കർത്താവിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് പുറപ്പെടുകയുള്ളൂ. ഇതിൻ്റെ പേരാണ് ആരാധന. ഇതിൻ്റെ പേരാണ് ആരാധന. ഇതാണ് രക്തസ്രാവക്കാർ ചെയ്ത ആരാധന. നമ്മിൽ നിന്ന് ആദ്യം ദൈവത്തിനും പിന്നീട് ദൈവത്തിനും നമ്മിലേക്കും. അതാണ് നമ്മൾ സ്വീകരിക്കുന്ന നിയോഗങ്ങളുടെ പൂർത്തീകരണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളിലൊരു നിയോഗമുണ്ട്. നിങ്ങൾക്ക് ഒരു നിയോഗമുണ്ട്. നിങ്ങൾക്ക് കടബാധ്യത മാറണം, പഠിക്കണം, നന്നായിട്ട് ജോലി കിട്ടണം, രോഗം മാറണം. ഒരു നിയോഗം എല്ലാവരിലും ഉണ്ട്. ഈ നിയോഗം ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ, എനിക്കൊരു തലവേദന എന്ന് പറയുന്ന നിയോഗമുണ്ട്. എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന ഒരു നിയോഗമുണ്ട്. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്ന നിയോഗം ദൈവത്തിലേക്ക് ഞാൻ എത്തിക്കുമ്പോൾ ഇവിടെ നിന്ന് കിട്ടേണ്ട, ദൈവത്തിലേക്ക് കിട്ടേണ്ട ഫോഴ്സ് തലവേദനയുടെ ഫോഴ്സിനേക്കാൾ കൂടുതൽ ആ വിശ്വാസത്തിൻ്റെ തലം കൂടി നിൽക്കണം. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വിശ്വാസത്തിൻ്റെ തലം കൂടി നിൽക്കണം. ദൈവത്തിലേക്ക് ഞാനിവിടെ നിന്ന് എറിഞ്ഞു പിടിപ്പിക്കുന്നതല്ല, ഞാൻ ഏൽപ്പിക്കുന്നതാണ്. എന്ത്? എൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ശക്തി ദൈവത്തിൽ നിന്ന് പതിക്കുമ്പോഴാണ്, ആ പതിച്ചാൽ മതി. കർത്താവിനോട് ചോദിക്കേണ്ട. വിശ്വാസത്തിൻ്റെ തലത്തിൻ്റെ ശക്തി ദൈവത്തിൽ ചെന്ന് പതിച്ചാൽ മതി. റിട്ടേൺ ഇങ്ങോട്ട് പോന്നോളും. അതാണ് നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചാൽ, പ്രിയമുള്ളവരെ, അത് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ നേടിയെടുത്തതാണ്. വിശ്വാസത്തിൽ നിന്ന്, എൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഞാൻ നേടിയെടുത്തതായിരിക്കണം ഓരോ അനുഗ്രഹങ്ങളും. ഹല്ലേലൂയ.
ആ അനുഗ്രഹം സ്ഥിരമായി നിലനിൽക്കും. ആ അനുഗ്രഹം എക്കാലത്തേക്കും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട രീതി. ഇതായിരിക്കണം. മറ്റൊരു രീതിയാണ് ഈ കാലഘട്ടത്തിലെ ജനം ഇപ്പോൾ ശീലിച്ചിരിക്കുന്നത്. മറ്റൊരു രീതിയാണ് ഇപ്പോൾ ശീലിക്കുന്നത്. നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ഓഫർ ചെയ്യും. ഞാൻ ഇങ്ങനെ ചെയ്തോളാം, ഞാൻ ഇങ്ങനെ ജീവിച്ചോളാം, ഞാൻ ഇങ്ങനെ ആയിരിക്കും, ഇനി മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും, ഇനി മുതൽ ഞാൻ ഇങ്ങനെയും ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങൾ ദൈവത്തെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാം. എന്നിട്ട് ദൈവത്തോട് ചോദിക്കും, ഇതെല്ലാം ഞാൻ ചെയ്യാം, നീ അതെനിക്ക് സാധിച്ചു തരുമോ? അതെന്ത് ന്യായമാണ് പ്രിയപ്പെട്ടവരെ? അത് ന്യായമല്ല, അത് ശരിയായ രീതിയുമല്ല, അത് പ്രാർത്ഥനയുമല്ല, അത് ആരാധനയുമല്ല. അങ്ങനെ നീ നേടിയെടുത്ത നിയോഗങ്ങൾ ഇപ്പോൾ നീ സാധിച്ചു കിട്ടും. ക്യാൻസർ മാറണം, നീ ക്യാൻസർ മാറാൻ വേണ്ടി ഈ രീതിയാണ് ഫോളോ ചെയ്തത്. ഈ രീതി ഫോളോ ചെയ്തു, ക്യാൻസർ മാറി. വീണ്ടും ഞാൻ എൻ്റെ പഴയ ജീവിതാവസ്ഥയിലേക്ക് വരികയാണ്. കാരണം ക്യാൻസർ മാറാൻ വേണ്ടി മാത്രമാണ് ഈ രീതി ഞാൻ ഫോളോ ചെയ്തേക്കുന്നത്. അത് ക്യാൻസർ മാറി കഴിഞ്ഞാൽ പിന്നെ ഞാനത് ഫോളോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ വീണ്ടും എൻ്റെ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് വരുമ്പോൾ പോയ ക്യാൻസർ തിരിച്ചു വരും. നിങ്ങൾ ദൈവത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണെങ്കിൽ അത് സ്ഥായിയായി നിങ്ങളിൽ നിൽക്കും. മരണം വരെ അത് മാറില്ല. അത് അനുഗ്രഹമാണ്, അത് ദൈവം കനിഞ്ഞു തന്നതാണ്. പക്ഷേ സൗഖ്യമാക്കപ്പെട്ടു, വിടുതൽ കിട്ടി, കാര്യം സാധിച്ചു എന്ന് പറഞ്ഞത് അതേ കാര്യം ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. നിങ്ങളുടെ എഗ്രിമെൻ്റ് സ്വീകരിച്ചത് സാത്താനാ, ദൈവമല്ല. നമ്മൾ ദൈവവുമായിട്ടൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ ദൈവത്തോട് നമ്മൾ ചോദിക്കുകയല്ല വേണ്ടത്, ദൈവം കനിഞ്ഞു തരുന്നതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത്. ദൈവത്തോട് ചോദിക്കുന്ന രീതി രക്തസ്രാവക്കാരിയുടെ രീതിയിൽ നമുക്ക് ചോദിക്കണം. എന്നിൽ നിന്നൊരു ശക്തി ദൈവത്തിലേക്ക് പുറപ്പെട്ടാലാണ് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ഞാൻ സ്വീകരിക്കാൻ യോഗ്യത എനിക്ക് ഉള്ളൂ. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്നിൽ നിന്ന് ദൈവത്തിലേക്ക് പുറപ്പെടേണ്ടത് പുറപ്പെടാതെ ദൈവത്തിൽ നിന്നൊന്നും ചോദിക്കരുത്, കിട്ടില്ല. ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചെന്നിട്ട് 50 രൂപ ചോദിക്കണം, എങ്ങനെയാണ്? അത് പിച്ചതണ്ടല്ലേ. ഒരു പരിചയമില്ലാത്ത ഒരാളോട് ചെന്നിട്ട് എനിക്കൊരു 100 രൂപ തരുമോ ഒന്ന് ചോദിക്കുന്നത് പിച്ച എടുക്കുന്ന പരിപാടിയാണ്. പിച്ചയാ, ധർമ്മം സ്വീകരിക്കുന്ന പരിപാടിയാണ്. ഞാൻ എന്തു ചോദിക്കുമ്പോഴും എൻ്റെ അപ്പനോട് ചോദിക്കുമ്പോൾ അവിടെ എനിക്ക് പിച്ച ഇരക്കേണ്ട ആവശ്യം വരരുത്. എനിക്കിത് വേണം, ദാറ്റ്സ് ഓൾ. എനിക്കിത് വേണം. ഞാൻ ഈശോയോട് ചോദിക്കുന്നതല്ല അങ്ങനെയാണ്. കർത്താവ്, ഞാൻ നിനക്ക് വേണ്ടി, നീ പറയും, നീ എന്നോടൊരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. കിടന്ന കിടപ്പിലും കർത്താവ് എന്നോട് പറയും എഴുന്നേറ്റ് പോകുന്നു പറയും. എന്നോടൊരു കോംപ്രമൈസും കാണിക്കാറില്ല ദൈവം. ഞാനും കോംപ്രമൈസ് കാണിക്കുക. എനിക്കിത് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ വേറെ ആരോടും ചോദിക്കില്ല, ഒരു മനുഷ്യനോട് ചോദിക്കില്ല. എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുക, എനിക്കിത് കിട്ടണം. കാരണം നീ എന്നോട് കോംപ്രമൈസ് ഒന്നും കാണിക്കുന്നില്ല, ഞാൻ നിൻ്റെ ശുശ്രൂഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കിത് കിട്ടണം, എനിക്കത് കിട്ടും. കാരണം എൻ്റെ അപ്പനല്ലേ അവൻ. ഞാൻ ഇങ്ങനെ കുറേ മാർഗം സ്വീകരിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ അപ്പനോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്തും ചോദിക്കാം പ്രിയപ്പെട്ടവരെ. എനിക്ക് എന്തിനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? അതില്ലാത്തിടത്ത് പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വെച്ചിട്ട്. കർത്താവിനോട് എന്തിനാണ് നിങ്ങൾ പിച്ച തണ്ടണേ? നമ്മുടെ ദൈവത്തോട് എന്തിനാണ് നിങ്ങൾ പിച്ച തണ്ടി ചോദിക്കണേ? നിൻ്റെ അപ്പനോടല്ലേ നീ ചോദിക്കണേ, അവൻ തരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നിൻ്റെ അപ്പൻ. ചോദിച്ചാൽ അമർത്തി കുലുക്കി നിറച്ചളന്നിട്ട് മടിയിൽ തരുന്ന നിൻ്റെ അപ്പൻ. അപ്പനോട് നീ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, കുറഞ്ഞു പോകാതെ ചോദിക്കണം, കൂടുതൽ തന്നെ ചോദിക്കണം. ചോദിക്കാനുള്ള യോഗ്യത നീ ആദ്യം സ്വീകരിക്കണം. ആ യോഗ്യത നീ നേടിയെടുക്കുന്നതിൻ്റെ പേരാണ് ദൈവത്തെ നീ ആരാധിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ നിങ്ങളുടെ ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചോദിക്കാൻ ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കട്ടെ.
പ്രിയമുള്ള ദൈവജനമേ, ഇനിയൊരു ക്ലാസ് ഇല്ല. ഇത് എന്നെ നിങ്ങളിനി സഹിക്കേണ്ടി വരില്ല. 3 ദിവസമായിട്ട് എന്നെ സഹിക്കുകയല്ലേ, ഇനി എന്നെ സഹിക്കണം. ഇനി ക്ലാസ്സിൽ ഇനി പരിശുദ്ധ കുർബാന നിങ്ങൾ ഞം ആണ്. അതുകൊണ്ട് ഇനി ക്ലാസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഉദരപൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പോകാൻ പോവാം. അതാണല്ലോ നമ്മൾ ലക്ഷ്യം വെച്ചിട്ട്. ഞാൻ നോക്കുമ്പോൾ കുറേ പേര് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാൻ കാണാൻ വേണ്ടി പെടലി ഒടിച്ചു കുത്തി നോക്കുന്നുണ്ട്. കയ്യിൽ വാച്ചുണ്ട്, എന്നിട്ടും ക്ലോക്കിലേക്കാണ് നോക്കുന്നത്. ഞാൻ കാണാൻ വേണ്ടിയിട്ടാണ്. 5 മിനിറ്റേ ലേറ്റ് ആയിട്ടുള്ളൂ. പോയി കഴിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണേ. ശുശ്രൂഷകളിൽ മരണം വരെ നിലനിൽപ്പാനുള്ള വരം പരിശുദ്ധാത്മാവ് തരാനായിട്ട്, വീണു പോകാതെ തെന്നുന്ന പാറയിലാണ് നിൽക്കണത്. ഇത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഈ തെന്നുന്ന മാറയിൽ നിന്നിട്ട് ഈ സർക്കസുകാർ കളിക്കുന്ന പോലെ നിന്ന് സർക്കസ് കളിച്ച് ഇങ്ങനെ തെന്നാതെ പോയിക്കൊണ്ടിരിക്കുക. എവിടെയാണ് അടി കിട്ടുന്നതെന്ന് അറിയില്ല, എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല, എവിടെയാണ് സാത്താൻ കെണിയൊരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഒന്നും മുൻകൂട്ടി ഈശോയോട് ചോദിക്കാറുമില്ല. അടുത്ത ശുശ്രൂഷയാണ് ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്കാണ്, അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്കാണ്, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. ഈ മാസം 1-ാം തീയതിയാണ്, മാർച്ച് 1, വിശുദ്ധ യൗസേപ്പിന് സമർപ്പിക്കപ്പെട്ട മാസം. ഈ മാസം നിങ്ങൾ വിശുദ്ധ യൗസേപ്പിൻ്റെ മാധ്യസ്ഥം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കുക. ഈ മാസത്തിൻ്റെ ശുശ്രൂഷയിൽ 1 കുവൈറ്റിൽ ഇടവക ധ്യാനമാണ്. കുവൈറ്റിൽ അബ്ബാസിയ പള്ളിയിൽ ഇടവക ധ്യാനമാണ്. അപ്പോൾ ധ്യാനത്തിന് 7-8 ദിവസം ഞാൻ കുവൈറ്റിലാണ്. ഈ മാസം ലാസ്റ്റ് മുതൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വരെ ഞാൻ കുവൈറ്റിലായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഓരോ മാസവും ഒരു രാജ്യത്ത് കർത്താവ് ശുശ്രൂഷ ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ബഹ്റൈനിലായിരുന്നു, അതിനു മുമ്പ് ഖത്തറിലായിരുന്നു, അതിനു മുമ്പ് ഷാർജയിലായിരുന്നു. ഇങ്ങനെ ഈ മാസം കുവൈറ്റിലാണ്, പിന്നത്തെ മാസം വീണ്ടും ദുബായിലാണ്. അങ്ങനെ എത്തി നിൽക്കുകയാണ്. പിന്നത്തെ മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഒരു ശുശ്രൂഷയ്ക്ക് വിസയുടെ പ്രോസസ്സ് നടക്കുകയാണ്. കാനഡയിലാണ് ഒരു ധ്യാനം പറഞ്ഞിരിക്കുന്നത്, ഒരു കുടുംബ നവീകരണ ധ്യാനം കാനഡയിൽ. അത് ജൂലൈ മാസത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ വിസ തടസ്സം കൂടാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് ഇൻവിറ്റേഷൻ വന്നു, അതിൻ്റെ പ്രോസസ്സൊക്കെ നടക്കുകയാണ്. പിന്നെ അത് ധ്യാനങ്ങൾ ഒത്തിരി അടുത്ത ഡിസംബർ വരെയുള്ള ധ്യാനങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. ഒറ്റയാൾ പോരാട്ടമാണ്, ഒറ്റയ്ക്കാണ്. കഥയും തിരക്കഥയും സംഭാഷണ സംവിധാനം പോസ്റ്റൊട്ടിക്കലും ഞാൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കുക. പോകുന്ന സ്ഥലത്തെല്ലാം തിരിച്ചടികളുമുണ്ട്, കുറേ പ്രശ്നങ്ങളുമുണ്ട്. എല്ലാവരും അനുകൂലമായിട്ട് വിളിക്കുന്നവരല്ല, പലരും പ്രതികൂലമായിട്ട് നിൽക്കും. നമുക്കറിയാം നമ്മളെ സഭയ്ക്ക് ഒരു ഗുണമുള്ളതെന്നറിയോ, നമുക്ക് പുറത്തുനിന്ന് ശത്രുക്കളെ ആവശ്യമില്ല. പുറത്തുനിന്ന് നമ്മൾ ശത്രുക്കളെ സ്വീകരിക്കാറില്ല. നമ്മൾ തന്നെ അടിച്ച് തീർത്തോളാം എന്നാണ് പുറത്തുള്ള ശത്രുവിനോട് നമ്മൾ പറയുന്നത്. ഞങ്ങൾ തന്നെ മതി ഞങ്ങൾക്ക്. ഇങ്ങനെയാണ് നമ്മുടെ സഭ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സഭ എന്ന് പറയുന്നതല്ല, സഭയിലുള്ള വ്യക്തിത്വങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെയാണ്. നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നോ, ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. അതാണ് നമ്മുടെ സഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്ത് എല്ലാവരും സ്വീകാര്യരല്ല, പകുതിയേ സ്വീകാര്യരുള്ളൂ. പകുതി അനുകൂലികളും പകുതി പ്രതിപക്ഷവും പകുതി ഭരണപക്ഷവും. അപ്പോൾ ഇങ്ങനെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉള്ളതുകൊണ്ട് ഏത് പക്ഷമാണ് വിളിക്കുന്നതെന്ന് അറിയില്ല. വിളിക്കുന്ന പക്ഷത്തോട് ചേർന്ന് കർത്താവിനെ പ്രഘോഷിക്കാൻ ചെല്ലുമ്പോൾ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തും. അപ്പോൾ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് പകുതി പേര് ഇറങ്ങിപ്പോക്കും, പകുതി പേര് കയറി വരലും ഒക്കെ ആയിട്ടാണ് ശുശ്രൂഷ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രതികൂലമായ കാലാവസ്ഥയിലും എല്ലാം കർത്താവ് നമ്മളെ വഴി നടത്തുന്നൊരു ദൈവം നമ്മളോടുകൂടെ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനും കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ കർത്താവ് നിങ്ങളെ എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപ, അനുഗ്രഹം പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹല്ലേലൂയ, പ്രത്യാശയോടെ ഹല്ലേലൂയ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.